Hi, good morning all. So welcome to our final day of marathon. എന്തായാലും നമുക്ക് കുറച്ച് ടൈം വെയിറ്റ് ചെയ്യാം അല്ലേ, എന്നിട്ട് തുടങ്ങാം. ഓക്കെ. ഹായ് ആൾ. നമുക്കൊരു 9:35 തുടങ്ങാം. ഓക്കെ. സുഖാണ് ബ്രോ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? ഓക്കെ, അത് കേട്ടാൽ മതി. ഇവിടെ നല്ല മഴയുണ്ട്. ഓക്കെ. നിങ്ങളെ നാട്ടിലോ? ഓക്കെ. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ. സോ ലൈക്ക് വി സെഡ്, നമ്മൾ ഇന്നും എല്ലാ ചാപ്റ്റേഴ്സിനും 10 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ആൻഡ് ദിസ് ഇസ് അവർ ഫൈനൽ ഡേ. സോ ഈ ഒരു ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള നോട്ട്സിൽ നിങ്ങൾക്ക് നോട്ട്സിൻ്റെ ആക്സസ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അത് ഫില്ല് ചെയ്തതിന് ഫോം ഫില്ല് ചെയ്തതിന് നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ ഒരു നോട്ട്സിൻ്റെ ആക്സസ് കിട്ടുന്നുണ്ടാവും. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻ പ്രാക്ടീസിലേക്ക് വരാം. സോ ഇന്ന് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ക്യാപിറ്റൽ, സ്ട്രക്ചർ ആൻഡ് ഫൈനാൻസ് ക്വസ്റ്റ്യൻ അല്ലേ? സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ റിക്വയർമെൻറ്റ് നോക്കാം. വിച്ച് അക്കൗണ്ടിങ് എൻട്രി ക്യാൻ ബി യൂസ്ഡ് ടു റിഫ്ലക്ട് ദിസ് ഇഷ്യൂ ഓഫ് ഷെയർസ്? സോ നമ്മുടെ കമ്പനി എന്തോ ടൈപ്പ് ഓഫ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. മേ ബി ബോണസ് ഇഷ്യൂ ആവാം, അല്ലെങ്കിൽ റേറ്റ് ഇഷ്യൂ ആവാം. നമ്മൾ നോക്കണം. സോ ഈ ഇഷ്യൂ ഓഫ് ഷെയർസ് നമ്മൾ എങ്ങനെയാണ് ജേണലിൽ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ? ഓക്കെ, സോ നോക്കാം. EF company has decided to make a bonus issue of shares of 1 for every 5 shares held by existing shareholders. The company has 2,000,000.5 issued ordinary shares. ഓക്കെ, സോ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ കമ്പനി ഇഷ്യൂ ചെയ്യുന്നത് ബോണസ് ഷെയർസ് ആണ്. ബോണസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. സോ ബോണസ് ഇഷ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നോർമലി ജേണൽ എൻട്രി വരാറ്? ഓക്കെ,
ഓക്കെ, ബോണസ് ഇഷ്യൂ ചെയ്യുന്ന ടൈമിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഡെബിറ്റ് ഷെയർ പ്രീമിയം ഓർ റീറ്റെയിൻഡ് ഏർണിങ്സ്, ക്രെഡിറ്റ് ഷെയർ ക്യാപിറ്റൽ. ഇവിടെ രണ്ടിടത്തും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഫിഗർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഷെയർസ് ബോണസ് ഇഷ്യൂഡ് ഇൻ ടു നോമിനൽ വാല്യൂ. സോ രണ്ടിടത്തും നമ്മൾ എത്ര ഷെയർ ആണ് ബോണസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് അത് ഇൻറ്റു നോമിനൽ വാല്യൂ ആണ് ഡെബിറ്റ് ഷെയർ പ്രീമിയത്തിലും ക്രെഡിറ്റ് ഷെയർ ക്യാപിറ്റലിലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ജേണൽ എൻട്രി എന്താണെന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. ഇനി നമുക്ക് ഫിഗേഴ്സ് കണ്ടുപിടിക്കണം. ഓക്കെ, so EF company has decided to make a bonus issue of shares of 1 for every 5 shares held. So നമ്മൾ ബോണസ് ഇഷ്യൂ ചെയ്യുന്നത് 1 for 5 ആണ്. ഓക്കെ, ബോണസ് ഫാക്ടർ എന്ന് പറയുന്നത് 1 for 5, which means എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഹോൾഡ് ചെയ്യുന്ന എല്ലാ 5 ഷെയർസിനും എക്സ്ട്രാ നമ്മൾ ഒരു ഷെയർ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് നോമിനൽ വാല്യൂ ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട് 50 cents, വിച്ച് മീൻസ് $0.5 ആണ് നമ്മുടെ നോമിനൽ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഓൾറെഡി എക്സിസ്റ്റിംഗ് നമ്മുടെ കയ്യിൽ എത്ര ഷെയർസ് ഉണ്ടായിരുന്നത്, 2 million ഷെയർസ് ഉണ്ടായിരുന്നത്. ഓക്കെ, സോ ബോണസ് ഇഷ്യൂ വിൽ ബി 2 million into 1/5. $400,000 ഷെയർസ് ആയിരിക്കും ബോണസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവുക. ഇതേ ഇൻറ്റു നോമിനൽ വാല്യൂ ആണ് നമ്മൾ ഷെയർ പ്രീമിയത്തിലും ഓർ റീറ്റെയിൻ ഏർണിങ്സിലും ഷെയർ ക്യാപിറ്റലും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. സോ ഡെബിറ്റ് ഷെയർ പ്രീമിയം ഓർ റീറ്റെയിൻ ഏർണിങ്സ് എത്ര ആയിരിക്കും വരുന്നുണ്ടാവുക, 400,000 ഇൻറ്റു 0.5 വരും. ഓക്കെ, ദെൻ ക്രെഡിറ്റ് ഷെയർ ക്യാപിറ്റലും 400,000 ഇൻറ്റു 0.5 ആയിരിക്കും വരുന്നുണ്ടാവും. ഓക്കെ, സോ ടോട്ടൽ ഫിഗർ 200. ഓക്കെ, സോ ഏതായിരിക്കും ആൻസർ വരുന്നുണ്ടാവുക, ഓപ്ഷൻ എ വിൽ ബി ദ ആൻസർ. ഓക്കെ, ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. What amount should be deducted from retained earnings for the year ended 31st December 2006 to reflect the payment of dividend? സോ നമ്മുടെ കമ്പനി ഈ വർഷം കുറേ ടൈപ്സ് ഓഫ് ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. മേ ബി ഓർഡിനറി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ടാവും, റെഡീമബിൾ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നുണ്ടാവും, ഇറെഡീമബിൾ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നുണ്ടാവും. വാട്ട് എവർ, ഇതിൽ എത്ര ഡിവിഡൻഡ് ആണ് റീറ്റെയിൻഡ് ഏർണിങ്സിൽ നിന്ന് നമ്മൾ ഡിഡക്ട് ചെയ്യേണ്ടതെന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. ഓക്കെ, സോ QT കമ്പനി ഹാസ് 4,000,000.25 issued ordinary shares. സോ ഓൾറെഡി നമ്മുടെ കയ്യിൽ 4 million ഓർഡിനറി ഷെയർസ് ഉണ്ട്. അതിന്റെ നോമിനൽ വാല്യൂ എന്ന് പറയുന്നത് 25 cents അല്ലെങ്കിൽ $0.25 ആയിരിക്കും. ഇറ്റ് പെയ്ഡ് എ 6% ഓർഡിനറി ഡിവിഡൻഡ് ഇൻ February 2006 ആസ് എ ഫൈനൽ ഡിവിഡൻഡ് ഫോർ ദ ഇയർ എൻഡഡ് 31st December 2005. സോ കഴിഞ്ഞ വർഷം റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡിവിഡൻഡ് നമ്മൾ ഈ വർഷം ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. എത്ര പെർസെൻറ്റേജ് കൊടുത്തിട്ടുള്ളത്, 6%. ഓക്കെ, സോ ഓൾറെഡി നമ്മുടെ കയ്യിൽ 4,000 ഷെയർസ് ഉണ്ടായിരുന്നു. ഓക്കെ, സോ ഇൻറ്റു നോമിനൽ വാല്യൂ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നുണ്ടാവുക, ഇതിൻ്റെ വാല്യൂ കിട്ടുന്നുണ്ടാവുക. സോ 4,000 ഇൻറ്റു 0.25. ഓക്കെ, സോ എപ്പോഴും ഡിവിഡൻഡ് കൊടുക്കുന്നത് ഷെയറിന്റെ പെർസെൻറ്റേജിന്റെ ബേസിലല്ല, എത്രയാണോ ഷെയർ ക്യാപിറ്റൽ എമൗണ്ട് വരുന്നത്, നമ്പർ ഓഫ് ഷെയർസിന്റെ നോമിനൽ വാല്യൂ ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണോ എമൗണ്ട് കിട്ടുന്നത് അതിന്റെ ബേസിലായിരിക്കും നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഡിവിഡൻഡ് കൊടുക്കുന്നത്. സോ ഇൻറ്റു 6%, 600 ആയിരിക്കും ഇന്ന് നമ്മൾ ഓർഡിനറി ഷെയർ ഹോൾഡേഴ്സിന്റെ ബേസിൽ ഈ വർഷം കൊടുത്തുള്ള ഡിവിഡൻഡ്. ഇനി ബാക്കി എന്താ പറയുന്നത്, ആൻഡ് ദെൻ പെയ്ഡ് ആൻ ഇന്ററിം ഡിവിഡൻഡ് ഓഫ് 30,000 ഇൻ August 2006. പിന്നെ നമ്മൾ ഈ വർഷം ഒരു ഇന്ററിം ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട് 30,000. ഓക്കെ,
So 3 zeros ഒഴിവാക്കുമ്പോൾ that. The following March 2007, it paid a final dividend of 7% for the year ended 31st December 2006. So മൊത്തം ഈ ക്വസ്റ്റ്യനിൽ കമ്പനി 3 ഡിവിഡൻസ് ആണ് കൊടുക്കുന്നത്. അതിൽ 2006 ഓർഡിനറി ഷെയർസിന്റെ 6%, പിന്നെ ഒരു 30,000 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി 6% എന്ന് പറയുന്നത് 16. ഓക്കെ, സോ ഓൾറെഡി ഒരു 60 കൊടുത്തിട്ടുണ്ട്, പിന്നെ 30 കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ടോട്ടൽ എത്ര വരും? 90 വരും. ഇനി 2006 റിലേറ്റ് ചെയ്തൊരു ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. സോ എപ്പോഴും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള ഇയർ ഏതാണ്? 2006 ആണെന്നുണ്ടെങ്കിൽ 2006 എത്ര ഡിവിഡൻഡ് ആണ് കൊടുക്കുന്നത് അത് മാത്രമായിരിക്കും 2006 റിട്ടേൺ ഏർണിങ്സ് നമ്മൾ ഡിഡക്ട് ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ ഈ വർഷം റിലേറ്റ് ചെയ്തുള്ള ഡിവിഡൻഡ് നെക്സ്റ്റ് ഇയറിൽ കൊടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തെ ഇയറിൽ കൊടുക്കുന്നുണ്ടാവും. വാട്ട് എവർ, ഈ വർഷം എത്രയാണോ ഡിവിഡൻഡ് കൊടുക്കുന്നത് അത് മാത്രമായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ക്യാൻസൽ ചെയ്യേണ്ടത്. സോ ഈ വർഷം നമ്മൾ 2006 കൊടുക്കുന്നത് ഒരു 16 കൊടുക്കുന്നുണ്ട്, പിന്നെ ഒരു 13 കൊടുക്കുന്നുണ്ട്. സോ 3 zeros നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ അത് എത്രയായിട്ട് മാറും? ടോട്ടൽ 60,000 30,000 ടോട്ടൽ എത്ര ആയിരിക്കും വരുന്നുണ്ടാവുക? 90,000 ആയിരിക്കും നമ്മൾ കൊടുക്കുന്ന ഡിവിഡൻഡ് എമൗണ്ട് എന്ന് പറയുന്നത്. സോ ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വർഷം എത്രയാണോ ഓർഡിനറി ഷെയർ ഹോൾഡേഴ്സ് റിലേറ്റ് ചെയ്ത് ഡിവിഡൻഡ് കൊടുക്കുന്നത് അത് മാത്രമായിരിക്കും നമ്മൾ റീറ്റെയിൻ ഏർണിങ്സ് എന്ന് ഡിഡക്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ ആൻസർ വിൽ ബി 90,000. ഓക്കെ, ഈ ഒരു 7% ഡിവിഡൻഡ് ക്വസ്റ്റ്യനിൽ കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത് നെക്സ്റ്റ് ഇയറിലാണ് കൊടുക്കുന്നത്. ഓക്കെ, നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചുള്ളത് 2006 മാത്രമാണ്. സോ 2006 എത്രയാണോ കൊടുക്കുന്നത് അത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡിഡക്ട് ചെയ്യേണ്ടത്. സോ ആൻസർ വിൽ ബി 90,000. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ വെദർ ഓർ നോട്ട് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഐറ്റംസ് വിൽ ബി ഇൻക്ലൂഡഡ് ആസ് കോമ്പോണൻസ് ഇൻ ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി. സോ ഇതിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയിൽ ഇതായി പറയുന്ന ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്യൂ ഇല്ല എന്നുള്ളതാണ് നമ്മളോട് പറയേണ്ടത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ, ആൻ അപ്വേർഡ് റീവാലുവേഷൻ ഓഫ് ലാൻഡ് ബൈ 120,000. നമുക്കറിയാം ഇക്വിറ്റിന്റെ അണ്ടറിൽ വരുന്ന ഐറ്റംസ് ആണ് ഷെയർ ക്യാപിറ്റൽ, ഷെയർ പ്രീമിയം, റീവാലുവേഷൻ സർപ്ലസ്, റീറ്റേൺ ഏർണിങ്സ്. സോ ഇതിനെ അഫക്റ്റ് ചെയ്യുന്ന എന്ത് കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിലും അതൊക്കെ നമ്മൾ എവിടെ ഇൻക്ലൂഡ് ചെയ്യും? സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യും. സോ റീവാലുവേഷൻ ചെയ്യുന്ന ടൈമിൽ അത് നമ്മൾ എന്തായാലും എവിടെ ഇൻക്ലൂഡ് ചെയ്യും? സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യും, കാരണം ഇക്വിറ്റിനെ അഫക്ട് ചെയ്യുന്ന ഫിഗർ ആണ്. റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഡിവിഡൻഡ്. ഇറഡീമബിൾ ഷെയർസ് ഉണ്ട്, റെഡീമബിൾ ഷെയർസ് ഉണ്ട് അല്ലേ? ഓക്കെ, റെഡീമബിൾ ഉണ്ട്, ഇറഡീമബിൾ ഉണ്ട്. റെഡീമബിൾ ഷെയർസിന്റെ ഡിവിഡൻഡ് ആണെന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ ഫൈനാൻസ് കോസ്റ്റ് ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇറഡീമബിൾ ഷെയർസിന്റെ ഡിവിഡൻഡ് ആണെന്നുണ്ടെങ്കിൽ നോർമൽ ഓർഡിനറി ഷെയർ ഹോൾഡേഴ്സിന്റെ ഡിവിഡൻഡ് നമ്മൾ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അത് പ്രകാരം നമ്മൾ എവിടെ നിന്നായിരിക്കും കുറക്കുന്നുണ്ടാവുക? റീറ്റെയിൻഡ് ഏർണിങ്സിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യായിരിക്കും ചെയ്യുന്നുണ്ടാവുക. സോ റെഡീമബിൾ ആണെങ്കിൽ അത് എപ്പോഴും ഫൈനാൻസ് കോസ്റ്റ് ആയിരിക്കും. ഇറഡീമബിൾ ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് റീറ്റെയിൻഡ് ഏർണിങ്സിൽ നിന്നായിരിക്കും. സോ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് റെഡീമബിൾ ഷെയർസ് ആണോ അതോ ഇറഡീമബിൾ ആണോ? റെഡീമബിൾ ആണല്ലേ. റെഡീമബിൾ ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി അടുത്ത നോക്കാം. പ്രോഫിറ്റ് ഫോർ ദി ഇയർ ഓഫ് 480,000. എന്തായാലും എല്ലാ വർഷത്തെ പ്രോഫിറ്റ് നമ്മൾ റീറ്റെയിൻ ഏർണിങ്സിൽ ഇൻക്ലൂഡ് ചെയ്യണം. റീറ്റെയിൻ ഏർണിങ്സ് എന്ന് പറയുന്നത് ഇക്വിറ്റിന്റെ അണ്ടറിൽ വരുന്ന റൈറ്റ് ആണ്. അപ്പോൾ അതും സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയിൽ എന്ത് ചെയ്യും? ഇൻക്ലൂഡ് ചെയ്യും. ഇനി ലാസ്റ്റ് വൺ, ഇഷ്യൂ ഓഫ് $100,000 വൺ ഓർഡിനറി ഷെയർസ് ഫോർ $100,000. അതും എന്തായാലും ഇൻക്ലൂഡ് ചെയ്യും ഷെയർ ക്യാപിറ്റലിൽ നമ്മൾ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഫൈനാൻസ് ചാർജ് വിൽ ബി ഇൻക്ലൂഡഡ് ഇൻ ദി സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദി ഇയർ എൻഡഡ് 31st December 2005. സോ ഫൈനാൻസ് കോസ്റ്റ് ആയിട്ട് 2005 നമ്മൾ എന്ത് ഫിഗർ ആണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? SOP ഫൈനാൻസ് കോസ്റ്റ് ആയിട്ട് 2005 ഏത് ഫിഗർ ആണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. സോ ഫൈനാൻസ് കോസ്റ്റിൽ
എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഒന്ന് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തുകൊണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റ് നമ്മൾ ഫൈനാൻസ് കോസ്റ്റ് ആയിട്ട് കാണിക്കണം. പിന്നെ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡിവിഡൻഡ് നമ്മൾ എന്തായിട്ട് കാണിക്കണം? ഫൈനാൻസ് കോസ്റ്റ് ആയിട്ട് കാണിക്കണം. ഓക്കെ, സോ ഫസ്റ്റ് പറയുന്നത് $5 million ഓർഡിനറി ഷെയർസ് ആണ്. അതിന്റെ മേലെ നമ്മൾ കൊടുക്കുന്ന ഡിവിഡൻഡ് എന്തായിട്ട് കാണിക്കേണ്ട ആവശ്യമില്ല, ഫൈനാൻസ് കോസ്റ്റ് ആയിട്ട് കാണിക്കേണ്ട ആവശ്യമില്ല. ഓർഡിനറി ഷെയർസ് ആയതുകൊണ്ട് തന്നെ അതിന്റെ മേലെ എന്തെങ്കിലും കമ്പനി ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എവിടെ ആയിരിക്കും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവുക? അണ്ടർ റീറ്റെയിൻഡ് ഏർണിങ്സ്. ഇനി സെക്കൻഡ് വൺ, $2 million 4% ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. 2 million ഷെയർസ് ആയിരുന്നു, അതിന്റെ നോമിനൽ വാല്യൂ 1 ആണ്, ഡിവിഡൻഡ് കൊടുക്കുന്നത് വാല്യൂവിന്റെ 4% ആണ് കൊടുക്കുന്നത്. ഓക്കെ, സോ ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ആയതുകൊണ്ട് തന്നെ അതും നമ്മൾ എവിടെ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഫൈനാൻസ് കോസ്റ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് റീറ്റെയിൻഡ് ഏർണിങ്സിലായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇനി അടുത്തത് 750,000 6% ലോൺ നോട്ടില്ലേ. സോ ലോണിന്റെ മേലെ നമ്മൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് എന്തായാലും ഇൻക്ലൂഡ് ചെയ്യണം. സോ Rera 50,000 into 45,000. Okay, ഈ 45,000 എന്തായാലും നമ്മൾ ഫൈനാൻസ് കോസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, കാരണം ലോണിന്റെ മേലെ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ആണത്. ഇനി അടുത്ത നോക്കാം, 1,050,000 5% redeemable preference shares. ഓക്കെ, സോ redeemable preference shares ഉണ്ട്, അതിന്റെ മേലെ നമ്മൾ കൊടുക്കുന്ന എത്രയാണ്? 5% ഡിവിഡൻഡ് ആണ് കൊടുക്കുന്നത്. എപ്പോഴും എത്രയാണോ ആ ഷെയറിന്റെ ടോട്ടൽ നോമിനൽ വാല്യൂ വരുന്നത് അതിന്റെ മേലെ ആയിരിക്കും എന്ത് കൊടുക്കുന്നത്? ഡിവിഡൻഡ് കൊടുക്കുന്നത്, അല്ലാതെ നമ്പർ ഓഫ് ഷെയർസിന്റെ മേലെ ആയിരിക്കുമല്ലോ. ഓക്കെ, സോ ടോട്ടൽ 1 million ഷെയർസ് ആണുള്ളത്, നോമിനൽ വാല്യൂ എന്ന് പറയുന്നത് 0.5 ആണ്. ദെൻ ഡിവിഡൻഡ് പെർസെൻറ്റേജ് എത്രയാണ്? 5% ആണ്. ഓക്കെ, $25,000. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? നോ ചേഞ്ചസ് ഹാവ് ബീൻ മെയ്ഡ് ടു ദ ഇക്വിറ്റി ആൻഡ് ലോങ് ടേം ഫൈനാൻസ് ഡ്യൂറിംഗ് 2005. Pablo paid an equity dividend of 50,000 during 2005. Okay, so ഇതിൽ ഏതായിരിക്കും ഫൈനാൻസ് ചാർജ് ആയിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവുക? ഏത് ഫിഗർ ആയിരിക്കും? 45 + 25 70,000. ബാക്കിയുള്ളതൊക്കെ റീറ്റെയിൻഡ് ഏർണിങ്സിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഫിഗർ ആണ്. സോ ഈ രണ്ട് കാര്യങ്ങൾ മാത്രം, റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസിന്റെ മേലെ നമ്മൾ കൊടുക്കുന്ന ഡിവിഡൻഡും ലോണിന്റെ മേലെ വരുന്ന ഇൻട്രസ്റ്റ് എമൗണ്ടും, ഇത് മാത്രമായിരിക്കും നമ്മൾ അണ്ടർ ഫൈനാൻസ് കോസ്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ടാവുക. ബാക്കിയുള്ളതൊക്കെ റീറ്റെയിൻഡ് ഏർണിങ്സിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഫിഗർ ആയിരിക്കും. ഓക്കെ, സോ ഇത് ആൻസർ വരിക ബി വിൽ ബി ദ ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which two of the following statements concerning a bonus issue of shares are correct? സോ കമ്പനി ബോണസ് ഇഷ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന കുറേ പോയിന്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. സോ അതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നുള്ളത് ചോദിക്കുന്നത്. ഓർഡിനറി ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഷെയർ പ്രീമിയം മേ ഇൻക്രീസ്. ബോണസ് ഇഷ്യൂ ചെയ്യുന്ന ടൈമിൽ ഷെയർ പ്രീമിയം റെഡ്യൂസ് ആവും, ഷെയർ ക്യാപിറ്റൽ എന്താവും? ഇൻക്രീസ് ആവായിരിക്കും ചെയ്യുന്നുണ്ടാവും. കാരണം ജനറൽ എൻട്രി എന്താ? ഡെബിറ്റ് ഷെയർ പ്രീമിയം, ക്രെഡിറ്റ് ഷെയർ ക്യാപിറ്റൽ. ഓക്കെ, ഡെബിറ്റിൽ ഷെയർ പ്രീമിയം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ പ്രീമിയം എന്താവാണ്? റെഡ്യൂസ് ആവാണ്. ക്രെഡിറ്റിൽ ഷെയർ ക്യാപിറ്റൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ക്യാപിറ്റൽ ഇൻക്രീസ് ആവാണ്. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇൻകറക്റ്റ് ആണ്. ഷെയർ പ്രീമിയം ഇൻക്രീസ് അല്ല ആവുന്നത്, ഷെയർ പ്രീമിയം കുറയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ബി, ഓർഡിനറി ഷെയർ ക്യാപിറ്റൽ വിൽ ഇൻക്രീസ് ആൻഡ് ഷെയർ പ്രീമിയം മേ ഡിക്രീസ്. കറക്റ്റ് അല്ലേ? ഷെയർ ക്യാപിറ്റൽ കൂടും, ഷെയർ പ്രീമിയം എന്താവും? കുറയും.
ഒന്നല്ലെങ്കിൽ ഷെയർ പ്രീമിയം ആയിരിക്കും കുറയുന്നുണ്ടാവുക, അല്ലെങ്കിൽ റീറ്റെയിൻഡ് ഏണിങ്സ് ആയിരിക്കും കുറയുന്നുണ്ടാവുക. സോ ബി കറക്റ്റ് ആണ്. ഇനി റീറ്റെയിൻഡ് ഏണിങ്സ് മേ ബി എഫക്റ്റഡ് ബൈ എ ബോണസ് ഇഷ്യൂ. അതും കറക്റ്റ് അല്ലേ? കാരണം നമ്മൾ ഒന്നല്ലെങ്കിൽ ഡെബിറ്റിൽ ഷെയർ പ്രീമിയം എന്ന് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഡെബിറ്റിൽ റീറ്റെയിൻഡ് ഏണിങ്സ് എന്ന് പറയുന്നത്. സോ ഒന്നല്ലെങ്കിൽ ഷെയർ പ്രീമിയം ആയിരിക്കും കുറയുന്നുണ്ടാവുക, അല്ലെങ്കിൽ റീറ്റെയിൻഡ് ഏണിങ്സിൽ നിന്നായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഇത് കുറക്കുന്നുണ്ടാവുക. സോ ബി ആൻഡ് സി ഈസ് കറക്റ്റ്. ഇക്വിറ്റി വിൽ ഇൻക്രീസ്. ഇക്വിറ്റി, ടോട്ടൽ ഇക്വിറ്റി കൂടുമോ? ഇല്ല. ഇപ്പോൾ 1000 ആണ് നോമിനൽ വാല്യൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ഷെയർ പ്രീമിയത്തിൽ നിന്ന് ആ 1000 മൈനസ് ചെയ്യുന്നുണ്ട്. ഈ 1000 എവിടെ ആഡ് ചെയ്യുന്നുണ്ട്? ഷെയർ ക്യാപിറ്റൽ ആഡ് ചെയ്യുന്നുണ്ട്. സോ ഓവറോൾ നെറ്റ് ഇമ്പാക്റ്റ് നോക്കുന്ന ടൈമിൽ 0 ആണ് ഇക്വിറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇക്വിറ്റി ഓവറോൾ ഇൻക്രീസ് ആവില്ല, ഡിക്രീസ് ആവില്ല. അതേപോലെ ഇക്വിറ്റി കുറയും, ലൈക്ക് എന്താ പറയുക, ഇക്വിറ്റിയിലെ ചേഞ്ച് എന്ന് പറയുന്നത്, ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. എത്രയാണോ നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നത്, ഷെയർ ക്യാപിറ്റൽ എത്രയാണോ ഇൻക്രീസ് ചെയ്യുന്ന എമൗണ്ട്, ആ സെയിം എമൗണ്ട് നമ്മൾ ഷെയർ പ്രീമിയത്തിൽ അല്ലെങ്കിൽ റീറ്റെയിൻ ഏണിങ്സിൽ നിന്ന് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ഓവറോൾ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും അണ്ടർ ഇക്വിറ്റി. ഓക്കെ, സോ ഏതൊക്കെയായിരിക്കും ആൻസർ വരുന്നുണ്ടാവുക? ബി ആൻഡ് സി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ടു ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് കൺസേണിംഗ് the capital structure of a limited liability company are true. ഓക്കെ, സോ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ പറ്റിയിട്ട് നമുക്ക് 4 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെ രണ്ടെണ്ണമാണ് ട്രൂ എന്നുള്ളത് ചോദിക്കുന്നത്. റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ആർ ഷോൺ ആസ് എ പാർട്ട് ഓഫ് ഇക്വിറ്റി. കറക്റ്റ് ആണോ? അല്ല. റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് നമ്മൾ ഡെപ്റ്റിന്റെ അണ്ടറിൽ ലൈബിലിറ്റി ആയിട്ടാണ് കാണിക്കേണ്ടത്. ഇറഡീമബിൾ ഷെയർസ് ആണെങ്കിൽ നമ്മൾ ഇക്വിറ്റി ആയിട്ട് കാണിക്കണം. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ലോൺ നോട്ട്സ് ആർ യൂഷ്വലി സെക്യൂർഡ് ഓൺ ദ അസറ്റ്സ് ഓഫ് ദ കമ്പനി. അത് കറക്റ്റ് ആണ്. എന്താ പോയിന്റ് മീനിങ്? നമ്മൾ സാധാരണ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്ന ടൈമിൽ കമ്പനീൻ്റെ ഒരു അസറ്റ്, ഒരു മെഷീനറിയോ അല്ലെങ്കിൽ ഒരു ഡെലിവറി വാനൊക്കെ സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക, ലോൺ എടുക്കുന്നുണ്ടാവുക. അല്ലാതെ കമ്പനിക്ക് വെറുതെ എന്ത് ചെയ്യൂല, ബാങ്ക് ലോൺ കൊടുക്കുന്നുണ്ടാവുക. സോ എന്തെങ്കിലുമൊക്കെ ഒരു അസറ്റ്, അണ്ടർലൈങ് അസറ്റ് സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്തെടുക്കുന്നുണ്ടാവുക, ലോൺ എടുക്കുന്നുണ്ടാവുക. ആ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഓർഡിനറി ഷെയർ ഹോൾഡേഴ്സ് മസ്റ്റ് ബി പെയ്ഡ് എ ഡിവിഡൻഡ് ഈച്ച് ഇയർ. ഓർഡിനറി ഷെയർ ഹോൾഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാ വർഷവും നിർബന്ധമായിട്ട് ഡിവിഡൻഡ് കൊടുക്കണോ? വേണ്ട. കമ്പനിക്ക് കഴിയുമെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, ഡിവിഡൻഡ് കൊടുത്താൽ മതി. അല്ലെങ്കിൽ എന്ത് ചെയ്യണ്ട, ഡിവിഡൻഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. സോ സി ഈസ് ഇൻകറക്റ്റ്. റെഡീമബിൾ പ്രിഫറൻസ് ഡിവിഡൻസ് ആർ ഇൻക്ലൂഡഡ് അണ്ടർ ഫൈനാൻസ് കോസ്റ്റ്. കറക്റ്റ് അല്ലേ? ഇപ്പോൾ കുറച്ച് മുന്നേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, സോ ബി ആൻഡ് ഡി വിൽ ബി കറക്റ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് എമൗണ്ട് വിൽ ബി ക്രെഡിറ്റഡ് ടു ദ ഷെയർ പ്രീമിയം അക്കൗണ്ട് ഇഫ് the right issue is fully subscribed. സോ കമ്പനി റൈറ്റ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്, അത് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ എത്രയാണ് ഷെയർ പ്രീമിയം അക്കൗണ്ടിൽ കാണിക്കേണ്ടതെന്നുള്ളതാണ്. എന്തായാലും ഇഷ്യൂ പ്രൈസിൽ എത്രയാണോ നോമിനൽ വാല്യൂ വരുന്നത്, അത് ഷെയർ ക്യാപിറ്റലിലും എക്സ്ട്രാ വരുന്ന പ്രൈസ് ആയിരിക്കും നമ്മൾ അവിടെ കാണിക്കുന്നുണ്ടാവുക, ഷെയർ പ്രീമിയം അക്കൗണ്ടിൽ കാണിക്കുന്നുണ്ടാവും. ഓക്കെ, സോ നമുക്ക് നോക്കാം. RT കമ്പനി മെയ്ഡ് എ റൈറ്റ് ഇഷ്യൂ ഓഫ് 2 shares ഫോർ എവറി 5 held. സോ റൈറ്റ്സ് ഫാക്ടർ എന്ന് പറയുന്നത് 2/5 ആണ്. The price of each share under right issue was 20% less than the market value of 5 per share. Okay. So market price എന്ന് പറയുന്നത് $5 ആണ്. റൈറ്റ് ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത് ഈ 5-നേക്കാളും മാർക്കറ്റ് പ്രൈസിനേക്കാളും 20% കുറവ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എത്ര ആയിരിക്കും വരുന്നുണ്ടാവുക? 5 × 80/100. 500% ആണെങ്കിൽ അതിനേക്കാളും 20% കുറഞ്ഞതാണ് റേറ്റ് ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത്. നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? 5 × 80/100. ഓക്കെ, സോ എത്ര റേറ്റ് ഇഷ്യൂ പ്രൈസ് വരുന്നത്? 4 ആയിരിക്കും റേറ്റ് ഇഷ്യൂ പ്രൈസ് വരുന്നത്. ഓക്കെ, ഇനി ദ കമ്പനി കറന്റ്ലി ഹാസ് 1,025,000 ഇഷ്യൂഡ് ഓർഡിനറി ഷെയർസ്. സോ കമ്പനിന്റെ കയ്യിൽ ഓൾറെഡി 1 million ഷെയർസ് ഉണ്ട്. അതിന്റെ നോമിനൽ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 0.25 ആണ്. ഓക്കെ, സോ ഷെയർ ക്യാപിറ്റലിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഫിഗർ എന്ന് പറയുന്നത് 0.25ഉം ഷെയർ പ്രീമിയത്തിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഫിഗർ എന്ന് പറയുന്നത് 4 - 0.25 3.75 ആയിരിക്കും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ടോട്ടൽ എത്ര ഷെയർസ് ഉള്ളത്? 1 million ഷെയർസ് ഉള്ളത്. നമ്പർ ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർസ് 1 million.
ഈ റൈറ്റ് ഇഷ്യൂ കണ്ടുപിടിക്കണം. റൈറ്റ് ഇഷ്യൂ കാരണം എത്ര ഷെയർസ് ആയിരുന്നുള്ളത്. ഓക്കെ, ഇൻറ്റു 2/5. 400,000 ഷെയർസ് ആണ് റൈറ്റ് ഇഷ്യൂ കാരണം വരുന്നത്. അതിൽ ഷെയർ പ്രീമിയത്തിലേക്ക് പോകുന്ന ഫിഗർ ഏതായിരിക്കും? 3.75. സോ 400,000 ഇൻറ്റു 3.75. 1.5 മില്യൺ ആയിരിക്കും ആൻസർ വരുന്നുണ്ടാവും. ഓക്കെ, എപ്പോഴും നോമിനൽ വാല്യൂവിനെക്കാളും എക്സ്ട്രാ എത്രയാണോ എമൗണ്ട് വരുന്നത് അത് മാത്രമായിരിക്കും ഷെയർ പ്രീമിയത്തിൽ എന്ത് ചെയ്യുക, നമ്മൾ കാണിക്കുന്നുണ്ടാവും. ഓക്കെ, സോ ആൻസർ വിൽ ബി ഓക്കെ 1.5 മില്യൺ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മച്ച് ഷുഡ് ബി റെക്കോർഡഡ് ഇൻ ഫൈനാൻസ് കോസ്റ്റ് ഫോർ ദി ഇയർ എൻഡഡ് 31st December 2004? ഓക്കെ, സോ ഫൈനാൻസ് കോസ്റ്റിൻ്റെ അണ്ടറിൽ നമ്മൾ ടോട്ടൽ എത്ര റെക്കോർഡ് ചെയ്യുന്നതെന്നുള്ള നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലോണിൻ്റെ മേലെ വരുന്ന ഇൻട്രസ്റ്റും അതേപോലെ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ആണെങ്കിൽ അതിൻ്റെ ഡിവിഡൻഡ് ആയിരിക്കും നമ്മൾ എവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവുക? അണ്ടർ ഫൈനാൻസ് കോസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ Zane's manufacturing company has raised finance at the beginning of 2003 by issuing 500,000 6% loan stock. So 500,000 ലോൺ എടുക്കുന്നുണ്ട്, 6% ആണ് എന്ത് വരുന്നത്? ഇൻട്രസ്റ്റ് വരുന്നത്. ഓക്കെ, സോ ലോണിൻ്റെ മേലെ വരുന്ന ഇൻട്രസ്റ്റ് 500,000 into 6%. 30,000. Okay, and 500,000 5% 50 cent redeemable preference shares. അതേപോലെ redeemable preference shares ഉണ്ട്, 5% ആണ് ഡിവിഡൻഡ് വരുന്നത്. അതും നമ്മൾ ഫൈനാൻസ് കോസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഓക്കെ, സോ 500,000 ഇൻറ്റു 0.5 ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടുന്നത്. നോമിനൽ വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഷെയർസിനെ നോമിനൽ വാല്യൂ പെർ ഷെയർ എത്രയാണ് അത് വെച്ചിട്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. ഇൻറ്റു എത്ര പെർസെൻറ്റേജ് ആണ്? 5%. ഓക്കെ, $12,500. Okay, the company already had 200,000 4% $1 irredeemable preference shares. ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ ഒരു നമ്മൾ എന്ത് ചെയ്യണ്ട? ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. റീറ്റെയിൻ എൻസിലായിരിക്കും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. സോ ഏത് ആൻസർ വരിക? 30,000 പ്ലസ് 12,500 ടോട്ടൽ 42,500 ആയിരിക്കും. അണ്ടർ ഫൈനാൻസ് കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ ആൻസർ വിൽ ബി ബി. ഓക്കെ, ഇനി 9th ക്വസ്റ്റ്യൻ നോക്കാം. AB company issued 400,000 50 cent ordinary shares for $550,000 for cash. How should this issue be recorded in the equity section of the statement of financial position? സോ നമ്മുടെ കമ്പനി 400,000 ഷെയർസ്, നോമിനൽ വാല്യൂ എത്ര ആയിരുന്നു? 50 ആയിരുന്നു, ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. സോ ഇത് ഇക്വിറ്റിൻ്റെ അണ്ടറിൽ എങ്ങനെ റെക്കോർഡ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ഓൾറെഡി നമുക്ക് ഡെബിറ്റ് ക്യാഷ് 550,000 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ക്രെഡിറ്റ് ഷെയർ ക്യാപിറ്റലും ക്രെഡിറ്റ് ഷെയർ പ്രീമിയം നമ്മൾ റെക്കോർഡ് ചെയ്യണം. ഓക്കെ, ഷെയർ ക്യാപിറ്റൽ എപ്പോഴും എന്തായിരിക്കും വരുന്നുണ്ടാവുക? നോമിനൽ വാല്യൂ ആയിരിക്കും വരുന്നുണ്ടാവുക. സോ 400,000 ഇൻറ്റു 0.5 വരിക?
സോ ഡെബിറ്റ് ക്യാഷ് ഓൾറെഡി 550,000 വന്നിട്ടുണ്ട്. ക്രെഡിറ്റ് ഷെയർ ക്യാപിറ്റൽ 200 വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര ആയിരിക്കും പ്രീമിയത്തിൽ വരുന്നുണ്ടാവുക? 350,000 അല്ലേ? ഓക്കെ. സോ ഈ ജേർണൽ എൻട്രി കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് ഇക്വിറ്റിൻ്റെ അണ്ടറിൽ എന്തൊക്കെ വരും എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും. സോ ഇക്വിറ്റിൻ്റെ അണ്ടറിൽ ഷെയർ ക്യാപിറ്റലിൽ 200,000 ആഡ് ചെയ്യണം. ഷെയർ പ്രീമിയത്തിൽ എത്ര ആഡ് ചെയ്യണം? 350,000 ആഡ് ചെയ്യണം. ഓക്കെ. സോ ഇത് ആൻസർ വരിക ക്രെഡിറ്റ് ഷെയർ ക്യാപിറ്റൽ 200,000, ക്രെഡിറ്റ് ഷെയർ പ്രീമിയം 350,000. ഏതായിരിക്കും ആൻസർ വരുന്നുണ്ടാവുക? സി വിൽ ബി ദ ആൻസർ. ഓക്കെ. then ഈ ചാപ്റ്റർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which two of the following statements are disadvantages to a company of using a right issue to raise additional capital? So ഫ്യൂച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് അല്ല ചോദിച്ചിട്ടുള്ളത്, നമ്മളോട് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്, കമ്പനി റൈറ്റ് ഇഷ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന ഡിസഡ്വാൻറ്റേജസ് ഏതൊക്കെയെന്നുള്ള ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. സോ ഇറ്റ് ലിമിറ്റ്സ് ദ ഓഫർ ഓഫ് ഷെയർസ് ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഓൺലി. അതൊരു ഡിസഡ്വാൻറ്റേജ് അല്ല. കമ്പനി റൈറ്റ് ഇഷ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുറത്തുള്ള പുതിയ ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല? പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിന് മാത്രമേ ഉള്ളൂ ഷെയർസ് പർച്ചേസ് ചെയ്യാൻ പറ്റുക. സോ ദാറ്റ് ഈസ് എ ഡിസഡ്വാൻറ്റേജ്. ഇനി ദ ഷെയർസ് ആർ ഓഫർഡ് അറ്റ് എ ഡിസ്കൗണ്ട്, സോ മോർ ഷെയർസ് നീഡ് ടു ബി സോൾഡ്. അതും കറക്റ്റ് അല്ലേ? നമ്മുടെ കമ്പനി റൈറ്റ് ഇഷ്യൂ ചെയ്യുന്ന ടൈമിൽ മാർക്കറ്റ് പ്രൈസിനേക്കാളും കുറഞ്ഞ പ്രൈസിലാണ് കൊടുക്കുന്നത്. അപ്പോൾ കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് റേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഷെയർസ് എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ ഇഷ്യൂ ചെയ്യേണ്ടി വരും. ഓക്കെ. സി നമ്മൾ നോർമൽ ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ ഓർഡിനറി ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് മാർക്കറ്റ് പ്രൈസ് $5 റൈറ്റ് ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത് എന്തായാലും അതിനേക്കാളും കുറവായിരിക്കും. ഓക്കെ. സോ $4 നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഫണ്ട് റേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പാരിറ്റീവ്ലി കൂടുതൽ ഷെയർസ് എന്ത് ചെയ്യേണ്ടി വരും? ഇഷ്യൂ ചെയ്യേണ്ടി വരും. ഓക്കെ. കാരണം ഷെയറിന്റെ പ്രൈസ് എന്താണ്? കുറവാണ്. അപ്പോൾ കൂടുതൽ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് എന്ത് കിട്ടുക? കൂടുതൽ എമൗണ്ട് കിട്ടുന്നുണ്ടാവും. സോ അതും ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്, കമ്പനി കൂടുതൽ ഷെയർ ഇഷ്യൂ ചെയ്യേണ്ടി വരുന്നുള്ളത്. ഓക്കെ. സോ എ ആൻഡ് ബി ആയിരിക്കും എന്ത് വരുന്നുണ്ടാവുക? ഇതിൻ്റെ ആൻസർ വരുന്നുണ്ടാവുക. ഓക്കെ. So we completed one chapter. Okay. Next chapter, trial balance and incomplete records. Okay. ഓക്കെ. ഇതിന് മുന്നേ ഒരു 2 minutes ബ്രേക്ക് കിട്ടാം. ഓക്കെ. ഓക്കെ. സോ നെക്സ്റ്റ് ചാപ്റ്റർ ട്രയൽ ബാലൻസ് ആൻഡ് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ്. നമുക്കത് തുടങ്ങാം. ഓക്കെ. So first question, which two of the following options concerning Jacob's trial balance are true? ട്രയൽ ബാലൻസ് നമ്മൾ എന്തിനാ പ്രിപ്പയർ ചെയ്യുന്നത്?
നമ്മുടെ എല്ലാ ലെഡ്ജർ ബാലൻസിൻ്റെയും ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്കൊരു ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ട്. ദ ഫോളോയിങ് റിപ്രസെന്റ് സം ഓഫ് ദ അക്കൗണ്ട്സ് ഇൻ ജേക്കബ്സ് ജനറൽ ലെഡ്ജർ. സോ പർച്ചേസ് 85,000 ഉണ്ടായിരുന്നു, സെയിൽസ് 160,000, ബാഡ് ഡെപ്റ്റ് 12,000, ഡിസ്കൗണ്ട് റിസീവ്ഡ് 8,000, പർച്ചേസ് റിട്ടേൺസ് 13,000, സെയിൽസ് റിട്ടേൺ 16,000, സെയിൽസ് ടാക്സ് ഓവർ ടു ടാക്സ് അതോറിറ്റി 8,000, ട്രേഡ് റിസീവബിൾസ് തന്നിട്ടുണ്ട്, ട്രേഡ് പേബിൾസ് ഒക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഏതൊക്കെ രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് ട്രൂ എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. സെയിൽസ് ആൻഡ് സെയിൽസ് ടാക്സ് ഓവർ ടു ടാക്സ് അതോറിറ്റി വുഡ് ബോത്ത് ബി ക്രെഡിറ്റ് ബാലൻസ് ഇൻ ദ ട്രയൽ ബാലൻസ്. കറക്റ്റ് അല്ലേ? സെയിൽസ് ഇൻകം ആണ്, ഇൻകം എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും കാണിക്കുന്നുണ്ടാവും. അതേപോലെ സെയിൽസ് ടാക്സ് ഓവർഡ്, നമ്മൾ കൊടുക്കാനുള്ള സെയിൽസ് ടാക്സ് അതെന്താണ്? ലൈബിലിറ്റി അല്ലേ? ഇൻകം ലൈബിലിറ്റി എപ്പോഴും നമ്മൾ ഏത് സൈഡിലാണ് കാണിക്കേണ്ടത്? ട്രയൽ ബാലൻസിന്റെ ക്രെഡിറ്റ് സൈഡിലാണ്. സോ എ ഈസ് കറക്റ്റ്. ബി, ഡിസ്കൗണ്ട് റിസീവ്ഡ് ആൻഡ് സെയിൽസ് റിട്ടേൺ വുഡ് ബോത്ത് ബി ഡെബിറ്റ് ബാലൻസ് ഇൻ ദ ട്രയൽ ബാലൻസ്. അത് കറക്റ്റ് ആണോ? അല്ല. ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറയുന്നത് ഇൻകം ആണ്, നമ്മൾ ക്രെഡിറ്റിലായിരിക്കും കാണിക്കുന്നത്. പക്ഷേ ദെൻ സെയിൽസ് റിട്ടേൺ ആണെന്നുണ്ടെങ്കിലോ, സെയിൽസ് ഇൻകം കുറയുമ്പോൾ നമ്മൾ ഡെബിറ്റിലായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ അതെന്താണ്? ഇൻകറക്റ്റ് ആണ്. ഡിസ്കൗണ്ട് റിസീവ്ഡ് ക്രെഡിറ്റിലും സെയിൽസ് റിട്ടേൺ ഡെബിറ്റിലായിരിക്കും വരുന്നത്. ഇവർ പറയുന്നത് രണ്ടും ഡെബിറ്റിലാണ് വരിക എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് ഇൻകറക്റ്റ്. ഇനി പർച്ചേസ് ആൻഡ് ട്രേഡ് റിസീവബിൾസ് വുഡ് ബോത്ത് ബി ഡെബിറ്റ് ബാലൻസ് ഇൻ ദ ട്രയൽ ബാലൻസ്. പർച്ചേസ് എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്, ട്രേഡ് റിസീവബിൾസ് എന്ന് പറയുന്ന അസെറ്റ് ആണ്. രണ്ടും എന്ത് ബാലൻസ് കാണിക്കുക? ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. സോ അതും കറക്റ്റ് ആണ്. The last one, trade payables and irrecoverable debts would both be credit balances in the trial balance. അത് കറക്റ്റ് ആണോ? ട്രേഡ് പേബിൾസ് ലൈബിലിറ്റി ആണ്, ക്രെഡിറ്റ് കാണിക്കേണ്ടത്. ഇറിക്കവറബിൾ ഡെപ്റ്റ് പറഞ്ഞാൽ എന്താ? ഒരു എക്സ്പെൻസ് ആണ്, അത് ഡെബിറ്റിലായിരിക്കും കാണിക്കേണ്ടത്. സോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓൾസോ ഇൻകറക്റ്റ്. സോ ആൻസർ ഏതായിരിക്കും വരുന്നുണ്ടാവുക? എ ആൻഡ് സി. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. Indicate whether the following statements regarding a trial balance are true or false. So trial balance related നമുക്ക് കുറേ സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അത് ട്രൂ ആണോ ഫാൾസ് ആണോ നമ്മൾ പറയണം. ഓക്കെ, ഫസ്റ്റ് വൺ, എ ട്രയൽ ബാലൻസ് ഈസ് യൂസ്ഡ് ആസ് എ സമ്മറി ഓഫ് ദ ബാലൻസസ് ഓൺ ദ സം ഓഫ് ദ അക്കൗണ്ട്സ് ഇൻ ജനറൽ ലെഡ്ജർ. അത് കറക്റ്റ് ആണോ? അല്ല. എല്ലാ ലെഡ്ജർ അക്കൗണ്ട്സിന്റെയും സമ്മറി ആണെന്ത്? ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്, അല്ലാതെ സം ഓഫ് ദ അക്കൗണ്ട്സിന്റെ മാത്രമല്ല. സോ ദാറ്റ് ഈസ് false. A trial balance contains debit and credit balances. The total of the debit balance should equal to the total of credit balance. അത് കറക്റ്റ് ആണ്. ആ ഒരു പർപ്പസിന് വേണ്ടി നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ടോട്ടൽ ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഡെബിറ്റിൽ എത്രയാണോ വരുന്നത് അത് തന്നെ എവിടെയും വരണം, ക്രെഡിറ്റിലും വരണം. ഓക്കെ, A trial balance highlights all errors made when posting transaction to the ജനറൽ ലെഡ്ജർ. അത് ഫാൾസ് ആണ്. എല്ലാ എറേഴ്സും ട്രയൽ ബാലൻസ് കണ്ടുപിടിക്കൂല. ട്രയൽ ബാലൻസ് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്ന എറേഴ്സും കണ്ടുപിടിക്കാൻ പറ്റാത്ത എറേഴ്സും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ, എ ട്രയൽ ബാലൻസ് ഓൺലി കണ്ടെയ്ൻസ് ബാലൻസസ് ദാറ്റ് വിൽ ബി യൂസ്ഡ് ടു പ്രിപ്പയർ ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ. SOFP പ്രിപ്പയർ ചെയ്യേണ്ട ബാലൻസ് മാത്രമേ ട്രയൽ ബാലൻസിൽ ഉണ്ടാവുന്നുള്ള പറയുന്നത്. സോ ഇസ് ദാറ്റ് കറക്റ്റ്? നമുക്ക് SOP പ്രിപ്പയർ ചെയ്യണം, സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി പ്രിപ്പയർ ചെയ്യണം. ഇത് പ്രിപ്പയർ ചെയ്യാനുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ അവിടെ ഉണ്ടാവും, ട്രയൽ ബാലൻസിൽ ഉണ്ടാവും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഫാൾസ്. ഇനി അടുത്ത നോക്കാം. സ്റ്റേറ്റ് വെദർ ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഐറ്റംസ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഇക്വിറ്റി ഓർ ലൈബിലിറ്റി സെക്ഷൻസ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ. സോ താഴെ പറഞ്ഞിരിക്കുന്ന ഐറ്റംസ് ലൈബിലിറ്റിന്റെ അണ്ടറിലാണോ അതോ ഇക്വിറ്റിന്റെ അണ്ടറിലാണോ ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്നുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ലോൺ എന്ന് പറയുന്നത് എന്തായാലും ലൈബിലിറ്റി ആണ്. റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ആണെങ്കിലും അത് എന്താണ്? ലൈബിലിറ്റി ആണ്. ഈ റെഡീമബിൾ ആണെങ്കിൽ ഇക്വിറ്റി ആയിരിക്കും, പക്ഷെ റെഡീമബിൾ ആണെന്നുണ്ടെങ്കിലോ അത് ലൈബിലിറ്റി ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ ഈച്ച് ബാലൻസ് ചൂസ് വെദർ ഇറ്റ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഡെബിറ്റ് കോളം ഓർ ക്രെഡിറ്റ് കോളം ഓഫ് ദ ട്രയൽ ബാലൻസ്. സോ താഴെ പറഞ്ഞിരിക്കുന്ന ഐറ്റംസ് ഡെബിറ്റിലാണോ ക്രെഡിറ്റിലാണോ കാണിക്കേണ്ടതെന്നുള്ളതാണ്. A3 is preparing the trial balance as of 30 June 2006. The following ledger balance have not yet been placed in the trial balance column. So താഴെ തന്നിരിക്കുന്ന ലെഡ്ജറിലെ ക്ലോസിംഗ് ബാലൻസ് എവിടെ പോസ്റ്റ് ചെയ്തിട്ടില്ല? ട്രയൽ ബാലൻസിൽ പോസ്റ്റ് ചെയ്തിട്ടില്ല. സോ ട്രയൽ ബാലൻസിൽ ഇത് പോസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഡെബിറ്റിലാണോ ക്രെഡിറ്റിലാണോ എന്നുള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് വൺ, അക്യൂമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ഫോർ കമ്പ്യൂട്ടർ എക്യുപ്മെന്റ് ഓഫ് 3,200. ഡെബിറ്റിലാണോ ക്രെഡിറ്റിലാണോ നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടത്? അക്യൂമുലേറ്റഡ് ഡിപ്രീസിയേഷന്റെ ജേണൽ എൻട്രി എന്താ? അല്ലെങ്കിൽ ഡിപ്രീസിയേഷന്റെ ജേണൽ എൻട്രി എന്താ? ഡെബിറ്റ് ഡിപ്രീസിയേഷൻ
ക്രെഡിറ്റ് അക്യൂമുലേറ്റഡ് ഡിപ്രീസിയേഷൻ. എപ്പോഴും അക്യൂമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും കാണിക്കുന്നുണ്ടാവാം. ഓക്കെ, ക്രെഡിറ്റ്. പ്രീപേയ്മെന്റ്സ് ഓഫ് 800. പ്രീപേയ്മെന്റ്സ് പറഞ്ഞാൽ എന്താ? അസറ്റ് ആണ്, ഡെബിറ്റ് ബാലൻസ് ആണ് കാണിക്കുക. റീവാലുവേഷൻ ഇക്വിറ്റിന്റെ അണ്ടറിൽ വരുന്നതാണ്, ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും കാണിക്കുന്നത്. അലവൻസ് ഫോർ റെസീബിൾസ്, റെസീബിൾസിനെ കുറക്കുന്ന ഒരു ഐറ്റാണ്. അലവൻസ് ഫോർ റെസീബിൾസും എപ്പോഴും നമ്മൾ എന്ത് ബാലൻസ് കാണിക്കുന്നുണ്ടാവുക? ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും കാണിക്കുന്നത്. ഓക്കെ, സോ ഇതൊക്കെ ബേസിക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒന്ന് അഡീഷണൽ എക്സ്പ്ലനേഷൻ ആവശ്യമില്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇനി which journal entry should be posted to correct this error? When you posted an insurance invoice for 3,400 incorrectly to distribution cost instead of administrative expense. So, question number 5. Okay. അഡ്മിൻ എക്സ്പെൻസിൽ കാണിക്കേണ്ട 3,400 ഇവരെവിടെ കാണിച്ചു? ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റിലാണ് ഈ 3,400 കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ശരിക്കും ഇത് എവിടെ കാണിക്കേണ്ടത്? അഡ്മിൻ എക്സ്പെൻസിലാണ് കാണിക്കേണ്ടത്. പക്ഷെ ഇവരെവിടെ കാണിച്ചുള്ളത്? ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റിലാണ് കാണിച്ചുള്ളത്. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ കറക്റ്റ് ചെയ്യുന്നുണ്ടാവുക? ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസിൽ നിന്ന് 3,400 ക്യാൻസൽ ചെയ്യണം. സോ ക്രെഡിറ്റ് എക്സ്പെൻസ് ക്യാൻസൽ ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് 3,400. ഡെബിറ്റിൽ എന്ത് കൊടുക്കണം? അഡ്മിൻ എക്സ്പെൻസ്. ശരിക്കും ഇത് എവിടെ കൊടുക്കേണ്ടത്? അഡ്മിൻ എക്സ്പെൻസിലാണ്. സോ 3,400. ഡെബിറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് 3,400. ക്രെഡിറ്റ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് 3,400. ഇതായിരിക്കും ജനറൽ എൻട്രി വരുന്നുണ്ടാവുക. ഓക്കെ, ആൻസർ ചെയ്ത് തരാം. എ വിൽ ബി ദ ആൻസർ. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ഹൗ മച്ച് പ്രോഫിറ്റ് ഡിഡ് ജോർജിയോസ് മേക്ക് ഡ്യൂറിംഗ് ദി ഇയർ എൻഡഡ് 30 ജൂൺ 2008? ഈ വർഷം കമ്പനി എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കിക്കണമെന്നുള്ളതാണ് നമ്മളോട് ചോദിക്കുന്നത്. ഓക്കെ, സോ നോക്കാം തന്നിരിക്കുന്ന ഡീറ്റെയിൽസ്. ജോർജിയോസ് ഈസ് എ സോൾ ട്രേഡർ. ഹി കീപ്സ് limited records but has supplied you with the following list of balances as at his year end on 30 June 2008. Okay, സോ നമുക്ക് സപ്ലയറിന് കൊടുക്കാനുള്ള എമൗണ്ട് തന്നിട്ടുണ്ട്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് തന്നിട്ടുണ്ട്, കസ്റ്റമർ തരാനുള്ള എമൗണ്ട് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്, ദെൻ പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്, ഇൻവെന്ററിയുടെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്, ക്യാപിറ്റൽ ആസ് ഇറ്റ് ഫസ്റ്റ് ജൂലൈ 2007 ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, ദെൻ മോട്ടോർ വെഹിക്കിൾ, ബാങ്ക് ലോൺ, ഡ്രോയിങ്സ്. ഓക്കെ, സോ നമുക്കൊരു കാര്യം ചെയ്യാം. അസറ്റ് ഈക്വൽസ് ഇക്വിറ്റി പ്ലസ് ലൈബിലിറ്റി. ഇക്വേഷനെ തിരിച്ചിരുന്ന ടൈമിൽ ഇക്വിറ്റിനെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? ഇക്വിറ്റി ഈക്വൽസ് അസറ്റ് മൈനസ് ലൈബിലിറ്റി. ഇത് എല്ലാവർക്കും അറിയുന്ന ഒരു ഇക്വേഷൻ ആണ്. ഓക്കെ, അക്കൗണ്ടിങ് ഇക്വേഷൻ എല്ലാവർക്കും അറിയേണ്ടതാണ്. ഓക്കെ, അതിൽ ഇക്വിറ്റിന്റെ അണ്ടറിലാണ് എന്ത് വരുന്നത്? പ്രോഫിറ്റ് വരുന്നത്. അതുകൊണ്ടാണ് ഞാനൊരു ഇക്വേഷൻ എങ്ങനെ തിരിച്ചിട്ടുള്ളത്. ഇക്വിറ്റി ഈക്വൽസ് അസറ്റ് മൈനസ് ലൈബിലിറ്റി. ഓക്കെ, ഇനി ഈ ഒരു ക്വസ്റ്റ്യനിൽ അസറ്റ് ഉണ്ട്, ലൈബിലിറ്റി ഉണ്ട്, ഇക്വിറ്റിന്റെ ഡീറ്റെയിൽസ് നമുക്ക് തരുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ സപ്ലയറിന് കൊടുക്കാനുള്ള എമൗണ്ട്, അതെന്താ? ലൈബിലിറ്റി അല്ലേ? സോ ലൈബിലിറ്റി 3,400 സപ്ലയറിന് കൊടുക്കാനുള്ളത്. ഓക്കെ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് 2,600. ഓക്കെ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് 2,600. ഇനി എമൗണ്ട്സ് ഓവർഡ് ബൈ ദ കസ്റ്റമേഴ്സ് 1,650. അതെന്താ? അസറ്റ് അല്ലേ? റെസീബിൾസ് അസറ്റ് ആണ്. ദെൻ പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് അതും അസറ്റ് ആണ്, 22,700. ഇനി ഇൻവെന്ററി അതും അസറ്റ് ആണ്, 1,800. ക്ലോസിംഗ് ഇൻവെന്ററി അസറ്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത് എന്താ? ഓപ്പണിംഗ് ക്യാപിറ്റൽ 20,000 ഇക്വിറ്റിന്റെ അണ്ടറിൽ വരുന്നതാണ്.
മോട്ടോ വെഹിക്കിൾ 14,000 അസറ്റ്. ബാങ്ക് ലോൺ 3,000 ലൈബിലിറ്റി. ഡ്രോയിങ്സ് 8,000. ഓക്കെ, ഡ്രോയിങ്സ് എന്ന് പറയുന്ന ഇക്വിറ്റിനെ കുറക്കുന്ന ഒരു ഐറ്റം. ഓക്കെ, ഇക്വിറ്റി അല്ല, ക്യാപിറ്റലാണ് കേട്ടോ. സോൾ ട്രേഡർ ആയതുകൊണ്ട് നമ്മൾ ക്യാപിറ്റൽ എന്നായിരിക്കും പറയുന്നുണ്ടാവുക. 3,000. ഓക്കെ, ഇത്രയും ഇൻഫോർമേഷൻസ് നമുക്കുള്ളത്. ഓക്കെ, നമുക്കൊരു കാര്യം അറിയാം, അസറ്റ് മൈനസ് ലൈബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റലാണ് അല്ലേ? അസറ്റ് മൈനസ് ലൈബിലിറ്റി എന്ന് പറയുന്നത് ക്യാപിറ്റലാണ്. സോ ടോട്ടൽ അസറ്റ് എത്ര നോക്കാം. 1,650 പ്ലസ് 22,700 പ്ലസ് 1,800 1,800 പ്ലസ് 14,000 40,150 ആണ് ടോട്ടൽ അസറ്റ് വരുന്നത്. മൈനസ് ലൈബിലിറ്റി എത്ര വരാം? 3,400 പ്ലസ് 2,600 പ്ലസ് 10,000. ഓക്കെ, സോ അസറ്റിൽ നിന്ന് ലൈബിലിറ്റി കുറക്കുന്ന ടൈമിൽ നമുക്ക് ക്യാപിറ്റൽ കിട്ടും. ഇത്ര ക്യാപിറ്റൽ വരുന്നുണ്ടാവാം. $31,150 ആണ് ക്യാപിറ്റൽ വരേണ്ടത്. പക്ഷേ നമ്മുടെ ഓപ്പണിംഗ് ക്യാപിറ്റലിൽ നിന്ന് ഡ്രോയിങ്സ് കുറക്കുമ്പോൾ നമുക്ക് എത്ര മാത്രമേ കിട്ടുന്നത്? 17,000 മാത്രമേ കിട്ടുന്നത്. സോ ഒരു ഡിഫറൻസ് ഇല്ലേ? ശരിക്കും എത്ര കിട്ടണമായിരുന്നു? 31,150 കിട്ടണമായിരുന്നു. പക്ഷെ നമുക്ക് ശരിക്കും എത്ര കിട്ടുന്നത്? 17,000 മാത്രമേ കിട്ടുന്നത്. കാരണം എന്താ? പ്രോഫിറ്റ് അവിടെ മിസ്സിംഗ് ആണ്, നമുക്കറിയൂല. അപ്പൊ ആ ഒരു ഡിഫറൻസ് ആയിരിക്കും എന്ത്? പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ പ്രോഫിറ്റ് എത്ര വരാം? 17,000 minus 31,150 14,150 ആയിരിക്കും പ്രോഫിറ്റ് വരുന്നുണ്ടാവും. സോ അക്കൗണ്ടിങ് ഇക്വേഷനെ തിരിച്ചു മറിച്ചിട്ട് കുറേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാം. ബേസിക് അക്കൗണ്ടിങ് ഇക്വേഷൻ, അതിൽ ഓരോ ഫിഗേഴ്സും എങ്ങനെ കാൽക്കുലേഷൻ ചെയ്യുന്നത്, ക്യാപിറ്റൽ എങ്ങനെ കാൽക്കുലേഷൻ ചെയ്യുന്നത്, അസറ്റ് എങ്ങനെ കാൽക്കുലേഷൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസിലും ക്യാപിറ്റൽ എന്തെങ്കിലും ഫിഗേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. പ്രോഫിറ്റോ ഡ്രോയിങ്സോ അല്ലെങ്കിൽ ഡിവിഡൻഡോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടാവുക. ഓക്കെ, സോ ആൻസർ ചെയ്ത് തരാ ഡി. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. Which one of the following statements reflects the purpose of preparing a trial balance? ട്രയൽ ബാലൻസ് നമ്മൾ എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്? എല്ലാ ഡെബിറ്റും എല്ലാ ലെഡ്ജസിന്റെ ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. സോ ഏതാ ആ സ്റ്റേറ്റ്മെന്റ് പറയുന്നതിൽ? To highlight the calculation errors, അതല്ല, ഇൻകറക്റ്റ് ആണ്. To highlight whether the entries have been incorrectly recorded, അതും ഇൻകറക്റ്റ് ആണ്. To confirm whether all transactions have been recorded, അതും ഇൻകറക്റ്റ് ആണ്. The last one, to confirm whether the sum of all credit balances equals the sum of all debit balance, അത് കറക്റ്റ് അല്ലേ? ട്രയൽ ബാലൻസിന്റെ പർപ്പസിന്റെ അതാണ്, എല്ലാ ലെഡ്ജറിലെ ക്ലോസിംഗ് ബാലൻസിന്റെ ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ട്രയൽ ബാലൻസ് മെയിൻ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, സോ ഡി ആയിരിക്കും ആൻസർ ചെയ്യുന്നുണ്ടാവും. Which two of the following ledgers will be included in opening trial balance of an accounting period? Okay, ഓപ്പണിംഗ് ട്രയൽ ബാലൻസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന എന്തായിരിക്കും? ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ക്യാരി ഫോർവേഡ് ചെയ്യുന്ന ഐറ്റംസ് എന്താണോ അതായിരിക്കും ഓപ്പണിംഗ് ട്രയൽ ബാലൻസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവുക. അതായത് SOFPയിൽ വരുന്ന എലമെന്റ്സ്, അസറ്റ്, ലൈബിലിറ്റി, ക്യാപിറ്റൽ, ഇതൊക്കെയാണ് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യുന്നത്. ഇൻകം ആൻഡ് എക്സ്പെൻസ് നമ്മൾ ഒരിക്കലും ക്യാരി ഫോർവേഡ് ചെയ്യൂല. ആ വർഷം വരുന്ന ഐറ്റംസ് മാത്രം നമ്മൾ ആ വർഷം എന്ത് ചെയ്യും? SOPയിൽ കാണിക്കായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ SOFPന്റെ എലമെന്റ്സ്, അസറ്റ്, ലൈബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ, ഇതായിരിക്കും നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യുന്നുണ്ടാവുക, ഓപ്പണിംഗ് ട്രയൽ ബാലൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവുക. സോ ഇതിൽ ഏതൊക്കെയായിരിക്കും വരുന്നുണ്ടാവുക? ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വരും, കാരണം ഇതൊരു അസറ്റ് ആണ്. പർച്ചേസ് വരൂല, എക്സ്പെൻസ് ആണ്. ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് ആണ് വരൂല. റിസീവബിൾസ് അസറ്റ്. സോ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങും റിസീവബിൾസ് ആയിരിക്കും ഇതിന് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ജേർണൽ എൻട്രി should be made to correct the transposition error?
സോ ഒരു ട്രാൻസ്പോസിഷൻ എറർ വന്നിട്ടുണ്ട്. ഓക്കെ, ട്രയൽ ബാലൻസ് ടാലി ആവുന്ന എററാണ് ട്രാൻസ്പോസിഷൻ എറർ. സസ്പെൻസ് അക്കൗണ്ട് വെച്ച് ടാലി ആക്കുന്ന ഒരു എററാണ് ട്രാൻസ്പോസിഷൻ എറർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതെങ്ങനെ കറക്റ്റ് ചെയ്യാന്നുള്ളത് ചോദിച്ചിട്ടുള്ളത്. കിൻ റെക്കോർഡ് എ സെയിൽ ഓഫ് 6,670 ബൈ ഡെബിറ്റിംഗ് റിസീവബിൾസ്. ഓക്കെ, Kin recorded a sale of 6,670 by debiting receivables $6,670 and crediting sales 6,760. Okay. So credit sale of 6,670. ഇതെങ്ങനെ നമ്മൾ റെക്കോർഡ് ചെയ്യാം? ക്രെഡിറ്റ് സെയിൽ ഓഫ് 6,670 ഇങ്ങനെ റെക്കോർഡ് ചെയ്യാം. ഡെബിറ്റ് ട്രേഡ് റിസീവേഴ്സ് 6,670, ക്രെഡിറ്റ് സെയിൽസ് 6,670. ഇതാണ് കറക്റ്റ് എൻട്രി എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി അവർ ചെയ്ത എൻട്രി ഏതാ? അവര് മിസ്റ്റേക്ക് ആയിട്ട് ചെയ്ത എന്താണ്? ഡെബിറ്റിംഗ് ട്രേഡ് റിസീവബിൾസ് 6,670. സോ ദാറ്റ് ഈസ് കറക്റ്റ്. അവർ ഡെബിറ്റിൽ ട്രേഡ് റിസീവബിൾസ് 6,670 കാണിച്ചിട്ടുണ്ട്. ഇനി ക്രെഡിറ്റ് സെയിൽസ് ആയിട്ട് അവർ എത്ര കാണിച്ചുള്ളത്? 6,760 കാണിച്ചുള്ളത്. ഓക്കെ, 6,760 ആണ് കാണിച്ചുള്ളത്. സോ ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആണോ? അല്ല. ഡെബിറ്റിൽ 90 എമൗണ്ട് എന്താണ്? കുറവാണ്. ക്രെഡിറ്റിൽ 6,760 കാണിച്ചു, ഡെബിറ്റിൽ 6,670 ആണ് കാണിച്ചുള്ളത്. ഓക്കെ, the transposition error means the trial balance did not balance, so Kin include a suspense account to force it to balance. Okay, suspense account കൊടുത്തിട്ട് ബാലൻസ് ചെയ്തു. സസ്പെൻസ് അക്കൗണ്ട് എവിടെയായിരിക്കും കൊടുക്കുന്നുണ്ടാവുക? എവിടെയാണോ കുറവ് വരുന്നത് അവിടെ ആയിരിക്കും സസ്പെൻസ് അക്കൗണ്ട് കൊടുക്കുന്നുണ്ടാവും. ഓക്കെ, സോ ഡെബിറ്റ് സസ്പെൻസ് അക്കൗണ്ട് 90 ഇതായിരിക്കും എൻട്രി വരുന്നുണ്ടാവും. ഇനി ഇതെങ്ങനെ നമ്മൾ കറക്റ്റ് ചെയ്യുക? ശരിക്ക് ഡെബിറ്റിൽ സസ്പെൻസ് അക്കൗണ്ട് വരേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. സോ ക്രെഡിറ്റ് സസ്പെൻസ് അക്കൗണ്ട് 90. ഇനി സെയിൽസ് നമ്മൾ എത്ര കുറക്കണം? 90 കുറക്കണം. ശരിക്കും സെയിൽസിൽ എത്ര കാണിച്ചാൽ മതി? 6,670 കാണിച്ചാൽ മതി. അവർ എത്ര കാണിച്ചിട്ടുണ്ട്? 90 എക്സ്ട്രാ കാണിച്ചിട്ടുണ്ട്. അത് നമ്മൾ സെയിൽസ് നിന്ന് കുറക്കണം. സോ ഡെബിറ്റ് സെയിൽസ് 90. ഇതായിരിക്കും കറക്ഷൻ എൻട്രി വരുന്നുണ്ടാവുക. സോ ഇത് ആൻസർ വരിക എ അല്ലേ? ഡെബിറ്റ് സെയിൽസ് 90, ക്രെഡിറ്റ് സസ്പെൻസ് അക്കൗണ്ട് 90. ഓക്കെ, then last question from this chapter. Indicate whether the following balance should be added or deducted in the accounting expressions. Ka has a limited accounting information available. His accountant has told him that as long as he can supply certain balances, he can will work out Ka's profit. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രോഫിറ്റ് അറിയൂല. ഓക്കെ, സോ ഇൻഡിക്കേറ്റ് whether the following balances should be added or deducted in the accounting expressions. പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് താഴെ തന്നിരിക്കുന്ന ഫിഗേഴ്സ് നമ്മൾ ആഡ് ആണോ മൈനസ് ആണോ ചെയ്യണമെന്ന് നമ്മൾ പറയേണ്ടത്. ഓക്കെ, സോ അതിനാദ്യം നമുക്ക് അറിയേണ്ടത് അക്കൗണ്ടിങ് ഇക്വേഷനാണ്. ഇവിടെ മിസ്സിംഗ് ഫിഗർ പ്രോഫിറ്റ് ആണ്. ഈ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. ഇത് ആഡ് ആണോ മൈനസ് ആണോ ചെയ്യണമെന്ന് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, സോ ബേസിക് അക്കൗണ്ടിങ് ഇക്വേഷൻ നമുക്കറിയാം. Asset equals capital plus liability. Okay, asset equals capital plus liability. ഇതിൽ പ്രോഫിറ്റ് വരുന്നത് ക്യാപിറ്റലിൻ്റെ ഉള്ളിലാണ്. ഞാൻ ക്യാപിറ്റലിനെ പുറത്തെടുക്കണം. ക്യാപിറ്റൽ ഈക്വൽസ് അസറ്റ് മൈനസ് ലൈബിലിറ്റി. ഇതല്ലേ? ഇനി ക്യാപിറ്റൽ ഞാൻ ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്താണെന്നുണ്ടെങ്കിൽ opening capital plus additional capital introduced plus profit minus drawings ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് എന്ത് കിട്ടും? അസറ്റ് മൈനസ് ലൈബിലിറ്റി കിട്ടും. ഇതും കറക്റ്റ് തന്നെയല്ലേ? അല്ലേ? ഓക്കെ, സോ ഇതിൽ നമുക്ക് മിസ്സിങ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഈ പ്രോഫിറ്റിനെ മാത്രം ഇവിടെ നിർത്തുക. ഓക്കെ, എന്നിട്ട് അസറ്റ് മൈനസ്
ലൈബിലിറ്റീസ്, ഓപ്പണിംഗ് ക്യാപിറ്റൽ അങ്ങോട്ട് പോകുമ്പോൾ എന്താവും മൈനസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ, അഡീഷണൽ ക്യാപിറ്റൽ അങ്ങോട്ട് പോകുമ്പോൾ എന്താവും മൈനസ് അഡീഷണൽ ക്യാപിറ്റൽ, പ്ലസ് ഉള്ളതൊക്കെ എന്താ മൈനസ് ആവും. ഇനി പ്രോഫിറ്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഡ്രോയിങ്സ് മൈനസ് ഡ്രോയിങ്സ് അങ്ങോട്ട് പോകുമ്പോൾ എന്താവും പ്ലസ് ഡ്രോയിങ്സ് ആവും. സോ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അസറ്റ് ആഡ് ചെയ്ത് ലൈബിലിറ്റി മൈനസ് ചെയ്യണം, ഓപ്പണിംഗ് ക്യാപിറ്റൽ മൈനസ് ചെയ്യണം, അഡീഷണൽ ക്യാപിറ്റൽ മൈനസ് ചെയ്യണം, ഡ്രോയിങ്സ് എന്ത് ചെയ്യണം ആഡ് ചെയ്യണം. ഓക്കെ, സോ നോക്കാം. ക്യാപിറ്റൽ സ്റ്റാർട്ട് ഓഫ് ദ പീരിയഡ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡിഡക്റ്റ് ആണ് ചെയ്യേണ്ടത്. ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ഡ്യൂറിങ് ദ ഇയർ അതെന്ത് ചെയ്യേണ്ടത്, അതും ഡിഡക്റ്റ് ആണ് ചെയ്യേണ്ടത്. ഡ്രോയിങ്സ് നമ്മൾ എന്ത് ചെയ്യുക ആഡ് ആണ് ചെയ്യേണ്ടത്. ലൈബിലിറ്റീസ് എന്ത് ചെയ്യേണ്ടത് ഡിഡക്റ്റ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, സോ അക്കൗണ്ടിങ് ഇക്വേഷൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഈ ഫോർമാറ്റ് ഇങ്ങനെ തിരിച്ചു മറിച്ച് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ കുറച്ച് ബേസിക് മാത്സ് പറയണം കേട്ടോ. ഓക്കെ, വി ഡൺ വിത്ത് 10 questions from this chapter. ഇനി അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ചാപ്റ്റർ നോക്കാം. പ്രിപ്പയറിംഗ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ആക്ച്വലി ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ സെക്ഷൻ ബിയിൽ വരുന്നതാണ്. സെക്ഷൻ ബി നമ്മൾ ഓൾറെഡി ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്കിത് നോക്കാം. Which two of the following items would be classified as current liabilities? ഓക്കെ, ഇതൊന്നും ACCA-കാരോട് ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ അല്ല, അത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വിച്ച് ടു ഓഫ് ദി ഫോളോയിങ് ഐറ്റംസ് വുഡ് ബി ക്ലാസിഫൈഡ് ആസ് എ കറന്റ് ലൈബിലിറ്റീസ്? ഏതൊക്കെ രണ്ടെണ്ണമായിരിക്കും? ബാങ്ക് ലോൺ റീപേബിൾ ഇൻ 2 years നോൺ കറന്റ് ലൈബിലിറ്റി ആണോ? സോറി, അത് കറന്റ് ലൈബിലിറ്റി ആണോ? അല്ല, അത് നോൺ കറന്റ് ലൈബിലിറ്റി ആണ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് കറന്റ് ലൈബിലിറ്റി ആണ്. ട്രേഡ് പേബിൾസ് കറന്റ് ലൈബിലിറ്റി ആണ്. ക്യാപിറ്റലാന്ന് തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. സോ അത് ഇക്വിറ്റിൻ്റെ അണ്ടറിൽ ഇൻക്ലൂഡ് ചെയ്യണം, നമ്മൾ ലൈബിലിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യൂല. ഓക്കെ, ഐഡന്റിഫൈ whether the following statements concerning the purpose of disclosure notes are true or false. ഡിസ്ക്ലോഷർ നോട്ടിനെ പറ്റി 2 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്, അത് ട്രൂ ആണോ ഫാൾസ് ആണോ എന്നുള്ളതാണ്. ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് നോക്കാം. Disclosure notes only provide qualitative information about the accounting policies used by the entity. സോ ഡിസ്ക്ലോഷർ നോട്ട് അക്കൗണ്ടിങ് പോളിസീസിനെ പറ്റിയിട്ടുള്ള ക്വാളിറ്റേറ്റീവ് ഇൻഫോർമേഷൻ മാത്രം തരാന്നുള്ള പറയുന്നത്. സോ ഈസ് ദാറ്റ് ട്രൂ ഓർ ഫാൾസ്? നമ്മൾ എങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്, ക്വാളിറ്റേറ്റീവ് ഡാറ്റ മാത്രമാണെന്നുള്ളത്. അക്കൗണ്ടിങ് പോളിസി പറഞ്ഞാൽ എന്താ, മെത്തേഡ്സ്, നമ്മൾ ഓരോ ഫിഗേഴ്സ് എങ്ങനെ കണ്ടുപിടിച്ചു, ഇങ്ങനെയുള്ള ഡാറ്റയ്ക്കാണ് അക്കൗണ്ടിങ് പോളിസി എന്ന് പറയുന്നത്. സോ അതിൽ ഓപ്പണിംഗ് ക്യാരി ചെയ്യുമ്പോൾ എത്രയായിരുന്നു, ക്ലോസിംഗ് ക്യാരി ചെയ്യുമ്പോൾ എത്രയായിരുന്നു, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ക്ലോസ് ചെയ്യുന്നുണ്ട്. സോ ക്വാളിറ്റേറ്റീവ് ഡാറ്റ മാത്രമല്ല, ക്വാണ്ടിറ്റേറ്റീവ് ഫിഗറും നമ്പേഴ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ക്ലോഷർ നോട്ടിൽ ഡിസ്ക്ലോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓരോ ചാപ്റ്റേഴ്സിലും നമ്മൾ പഠിക്കുന്നുണ്ട് ഡിസ്ക്ലോഷർ നോട്ടിൽ എന്താ കാണിക്കണം. അതിൽ പല ഏരിയാസിലും പല സ്റ്റാൻഡേർഡ്സിലും നമ്മൾ പറയുന്നുണ്ട് ഓപ്പണിംഗ് ക്യാരി ചെയ്യുമ്പോൾ എത്രയാണ്, ക്ലോസിംഗ് ക്യാരി ചെയ്യുമ്പോൾ എത്രയാണ്, ഇതിൽ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്ക്ലോഷർ നോട്ടിൽ ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ളത് പറയുന്നുണ്ട്. സോ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ഇൻക്ലൂഡ് ചെയ്യണം, ക്വാളിറ്റേറ്റീവ് ഡാറ്റ ഇൻക്ലൂഡ് ചെയ്യണം. ഇവർ പറയുന്നത് ക്വാളിറ്റേറ്റീവ് ഡാറ്റ മാത്രം ഇൻക്ലൂഡ് ചെയ്താൽ മതി എന്നുള്ളതാണ്, അത് ഫാൾസ് ആണ്. ഓക്കെ, ഡിസ്ക്ലോഷർ നോട്ട്സ് പ്രൊവൈഡ് ഇൻഫോർമേഷൻ ടു ഇംപ്രൂവ് റീഡേഴ്സ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഇത് കറക്റ്റ് ആണ്. ഡിസ്ക്ലോഷർ നോട്ട് നമ്മൾ എന്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, SOP-ലെയും SOF-ലെയും ഓരോ ഫിഗർ എങ്ങനെ കണ്ടുപിടിച്ചു, ആ ഒരു എമൗണ്ടിലേക്ക് നമ്മൾ എങ്ങനെ എത്തി എന്നുള്ളത് യൂസേഴ്സിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഡിസ്ക്ലോഷർ നോട്ട് കൊടുക്കുന്നത്. സോ ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്, കറക്റ്റ് ആണ്, ട്രൂ. ഓക്കെ, ഇനി അടുത്ത നോക്കാം. Which two of the following items must be disclosed either in the statement of profit or loss or in the notes to financial statements? സോ താഴെ പറഞ്ഞിരിക്കുന്ന ഐറ്റംസിൽ ഏതൊക്കെ ഐറ്റംസ് ആണ് സെപ്പറേറ്റ്ലി നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. റേറ്റ് ഓഫ് ഇൻവെന്ററി, ഇത് നമ്മൾ ചാപ്റ്ററിൽ പ്രോപ്പറായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഈ കാര്യങ്ങൾ. ഓക്കെ, റേറ്റ് ഓഫ് ഇൻവെന്ററി നമ്മൾ സെപ്പറേറ്റ്ലി എന്തായാലും SOP-യിൽ അല്ലെങ്കിൽ നോട്ട്സ് ടു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ എന്ത് ചെയ്യേണ്ടി വരും, ഡിസ്ക്ലോസ് ചെയ്യേണ്ടി വരും. അത് കറക്റ്റ് ആണ്. പക്ഷേ വേജസ് ഓഫ് സ്റ്റാഫ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, ഇതൊന്നും നമ്മൾ സെപ്പറേറ്റ്ലി അല്ല ഡിസ്ക്ലോസ് ചെയ്യുന്നത്. ഏതെങ്കിലും ഫിഗേഴ്സിന് ഇൻസൈഡ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഫിഗേഴ്സിന്റെ കൂടെ ആയിരിക്കും നമ്മൾ എന്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വേജസ് ഓഫ് സ്റ്റാഫ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസിലാണ് കാണിക്കേണ്ടത്, സെപ്പറേറ്റ്ലി കാണിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ ഡിസ്കൗണ്ട് റിസീവ്ഡ് നമ്മൾ പർച്ചേസിന് എന്ത് ആയിരിക്കും, കുറക്കായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഇതൊന്നും സെപ്പറേറ്റ്ലി SOP-യിൽ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. സെപ്പറേറ്റ്ലി നമ്മൾ കാണിക്കേണ്ട ഫിഗേഴ്സ് ആണ് റേറ്റ് ഓഫ് ഇൻവെന്ററിയും അതേപോലെ ഫൈനാൻസ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ ഏതെങ്കിലും ഫിഗേഴ്സിന്റെ ഉള്ളിലായിട്ട് നമ്മൾ കാണിക്കുന്നതായിരിക്കും, വേജസ് ഓഫ് സ്റ്റാഫും ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്നൊക്കെ പറയുന്നത്. സോ ആൻസർ വരുന്നത് A and D ആയിരിക്കും. ഓക്കെ,
ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് എമൗണ്ട് വിൽ ബി ഷോൺ ഇൻ മാർജിൻ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ടു ലോസ് ഫോർ ഗ്രോസ് പ്രോഫിറ്റ്? സോ ഗ്രോസ് പ്രോഫിറ്റ് ഫിഗർ ആയിട്ട് എത്ര കണ്ടുപിടിക്കണം എന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. സോ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? ഗ്രോസ് പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് സെയിൽസ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് എന്ത് കിട്ടാം? ഗ്രോസ് പ്രോഫിറ്റ് കിട്ടാം. ഓക്കെ, സോ സെയിൽസ് എത്ര? 28,250. ആണ് സെയിൽസ് വരുന്നത്. ഓക്കെ, പിന്നെ ഓപ്പണിംഗ് ഇൻവെന്ററി, പർച്ചേസ്, അതേപോലെ ക്ലോസിംഗ് ഇൻവെന്ററി ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ കോസ്റ്റ് ഓഫ് സെയിൽസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? കോസ്റ്റ് ഓഫ് സെയിൽസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഓപ്പണിംഗ് ഇൻവെന്ററി പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് ഇൻവെന്ററി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടാം? കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടുന്നത്. ഓക്കെ, സോ എത്ര ഓപ്പണിംഗ് ഇൻവെന്ററി? 4,500 ആണ്. പർച്ചേസ് എത്രയാണ്? 13,670. ഓക്കെ, ക്ലോസിംഗ് ഇൻവെന്ററി എത്ര? ലാസ്റ്റ് വന്നിട്ടുണ്ട് ക്ലോസിംഗ് ഇൻവെന്ററി 8,500. ഇനി ഇതിൽ അഡീഷണൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? സെയിൽസ് റിട്ടേണും ഉണ്ട്, പർച്ചേസ് റിട്ടേണും ഉണ്ട്. സെയിൽസ് റിട്ടേൺ 1,200, സെയിൽസ് നമ്മൾ ക്യാൻസൽ ചെയ്യണം. ഓക്കെ, പർച്ചേസ് റിട്ടേൺ എത്രയാണ്? 1,840. പർച്ചേസ് നമ്മൾ ക്യാൻസൽ ചെയ്യണം. ഓക്കെ, സോ ഓപ്പണിംഗ് ഇൻവെന്ററി 4,500, പർച്ചേസ് എത്ര വരാം? ക്ലോസിംഗ് ഇൻവെന്ററി 8,500. ഓക്കെ, സോ ഇത്ര കോസ്റ്റ് ഓഫ് സെയിൽസ് വരുന്നുണ്ടാവാം. 4,500 പ്ലസ് 7,830. കോസ്റ്റ് ഓഫ് സെയിൽസ് വരിക 7,830 ആയിരിക്കും. സെയിൽസ് എത്ര വരിക? സെയിൽസ് റിട്ടേൺ കുറക്കുന്ന ടൈമിൽ 28,250 മൈനസ് 1,200, 27,050 ആയിരിക്കും സെയിൽസ് വരുന്നുണ്ടാവും. സോ എത്ര ആയിരിക്കും? വാട്ട് വിൽ ബി ദ ഗ്രോസ് പ്രോഫിറ്റ്? 19,220 ആയിരിക്കും ഗ്രോസ് പ്രോഫിറ്റ് വരുന്നുണ്ടാവും. ഓക്കെ, സോ ആൻസർ ഏതാ? എ അല്ല ആൻസർ, 19,220. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മച്ച് ഷുഡ് റെഡ് കമ്പനി ഷോ ഇൻ ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ടു ലോസ് ഫോർ ടാക്സേഷൻ? ടാക്സിന്റെ എമൗണ്ട് ആയിട്ട് നമ്മൾ എത്ര കാണിക്കുന്നില്ല. റെഡ് കമ്പനി ഹാഡ് ദ ഫോളോയിങ് ബാലൻസ് ഇൻ ഇറ്റ്സ് ടാക്സേഷൻ എക്സ്പെൻസ് ലെഡ്ജർ അക്കൗണ്ട് അറ്റ് ദ ഇയർ എൻഡ്. സോ ലെഡ്ജർ അക്കൗണ്ടിൽ ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ അണ്ടർ പ്രൊവിഷനും ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ ഓവർ പ്രൊവിഷനും നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന, എപ്പോഴും പറയുന്ന കാര്യമാണ്. ഓക്കെ, സോ ലെഡ്ജർ അക്കൗണ്ടിൽ ക്രെഡിറ്റിലാണ് ബാലൻസ് എന്നുള്ളത്. ക്രെഡിറ്റിലാണെങ്കിൽ എന്ത് പ്രൊവിഷൻ ആണ്? അത് ഓവർ പ്രൊവിഷൻ ആണ്. ഓവർ പ്രൊവിഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കറന്റ് ഇയർ എക്സ്പെൻസ് മൈനസ് ചെയ്തിട്ടായിരിക്കും കാണിക്കുന്നുണ്ടാവുക. ദ എസ്റ്റിമേറ്റ് ഫോർ ദ ടാക്സ് ഓൺ ദ കറന്റ് ഇയർ പ്രോഫിറ്റ് ഈസ് 12,420. ദിസ് എമൗണ്ട് ഹാസ് നോട്ട് ഇറ്റ് ബീൻ റെക്കോർഡ് ഇൻ ദ ലെഡ്ജർ അക്കൗണ്ട്. സോ ലെഡ്ജർ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള ആ ഒരു എമൗണ്ട് ക്വസ്റ്റ്യൻ നമ്പർ 5. കറന്റ് ഇയർ എസ്റ്റിമേറ്റ് മൈനസ് ഓവർ പ്രൊവിഷൻ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് എന്ത് കിട്ടുക? ഈ വർഷത്തെ എക്സ്പെൻസ് കിട്ടുന്നത്. കറന്റ് ഇയർ എസ്റ്റിമേറ്റ് എത്രയാണ്? 12,420. ഓവർ പ്രൊവിഷൻ 1,090. എത്ര കിട്ടുക? 11,330 will be the tax expense. Okay, so the answer വരുന്നുണ്ടാവുക D will be the answer. Okay, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
In which one of the following sections of the statement of financial position would you find provisions? പ്രൊവിഷൻസ് നമ്മൾ എവിടെ കാണിക്കുക? ലൈബിലിറ്റിൻ്റെ അണ്ടറിലല്ലേ പ്രൊവിഷൻ കാണിക്കൽ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എക്സാമിന് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് എമൗണ്ട് ഷുഡ് ബ്ലൂ കമ്പനി ഇൻക്ലൂഡ് in its statement of profit or loss and other comprehensive income for taxation for the year ended 30 June 2008? നേരത്തെ ചെയ്ത പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ടാക്സ് റിലേറ്റ് ചെയ്തിട്ട് എത്ര എമൗണ്ട് ആണ് നമ്മൾ കാണിക്കുന്നത് എന്നുള്ളതാണ്. ബ്ലൂ കമ്പനി ഹാസ് എസ്റ്റിമേറ്റഡ് 2008 ചോദിച്ചുള്ളത്. ബ്ലൂ കമ്പനി ഹാസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് ഇറ്റ്സ് ടാക്സേഷൻ ചാർജ് ഫോർ ദി ഇയർ എൻഡഡ് 30 June 2008 വിൽ ബി 57,200. So current year estimate 57,200. Okay, 57,200. In the previous year, Blue Company underestimated their taxation expense by 3,000. So last year ഒരു under portion ഉണ്ടായിരുന്നു. എസ്റ്റിമേറ്റ് കുറയുകയാണെന്നുണ്ടെങ്കിൽ അണ്ടർ പ്രൊവിഷൻ ആണ്. സോ അത് കറന്റ് ഇയർ എക്സ്പെൻസിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഓക്കെ, ബ്ലൂ കമ്പനി പെയ്ഡ് 56,000 ഡ്യൂറിംഗ് ദിസ് കറന്റ് ഇയർ ഫോർ ദ ടാക്സേഷൻ ഡ്യൂ ഓൺ ദ ഇയർ എൻഡഡ് 30 June 2007. കഴിഞ്ഞ വർഷത്തെ റിലേറ്റ് ചെയ്ത് നമ്മൾ ഈ വർഷത്തിൽ കൊടുത്തിട്ടുണ്ട് 56,000 കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ വർഷത്തെ എക്സ്പെൻസിന്റെ കൂടെ അണ്ടർ പ്രൊവിഷൻ ആണെങ്കിൽ ആഡ് ചെയ്യണം, ഓവർ പ്രൊവിഷൻ ആണെങ്കിൽ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഓക്കെ, സോ 57,200 പ്ലസ് 3,000 60,200 ആയിരിക്കും ഈ വർഷത്തെ എക്സ്പെൻസ് വരുന്നുണ്ടാവും. ഓക്കെ, ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ടു ഓഫ് ദ ഫോളോയിങ് എക്സ്പെൻസ് വുഡ് ബി ഇൻക്ലൂഡഡ് വിത്തിൻ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് എന്നാൽ എന്താ? ഒരു പ്രൊഡക്റ്റ് കസ്റ്റമറിന് എത്തിച്ചു കൊടുക്കുമ്പോൾ അവിടെ വരുന്ന കോസ്റ്റിനെ നമ്മൾ എന്താ പറയുന്നത്? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിൽ ഏത് കോസ്റ്റ് വരാം? മാർക്കറ്റിംഗ് എക്സ്പെൻസ് എന്തായാലും വരും. കസ്റ്റമറിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു കോസ്റ്റാണ് ഇത് മാർക്കറ്റിംഗ് എക്സ്പെൻസ്. ഓക്കെ, അല്ലെങ്കിൽ സെയിൽസ് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു കോസ്റ്റാണ് മാർക്കറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഹീറ്റിംഗ് ആൻഡ് വെയിറ്റിംഗ് കോസ്റ്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യൂല. ഡിപ്രീസിയേഷൻ ഓഫ് ഡെലിവറി വാൻ മസ്റ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യണം. ഡെലിവറി വാൻ പറഞ്ഞാൽ എന്താ? ഡിസ്ട്രിബ്യൂഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മേലെ വരുന്ന കോസ്റ്റാണ് ഡെലിവറി വാനിൻ്റെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. വേജസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അതൊരു അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് ആണ്. ഓക്കെ, സോ ഇതായിരിക്കും ആൻസർ വരുന്നുണ്ടാവുക. എ ആൻഡ് സി ആയിരിക്കും ആൻസർ വരുന്നുണ്ടാവുക. ഇനി ഫോർ ഈച്ച് കോസ്റ്റ് ഡിസൈഡ് ടു വിച്ച് എക്സ്പെൻസ് കാറ്റഗറി ഇറ്റ് ഷുഡ് ബി അലോക്കേറ്റഡ് ടു. സോ നമുക്ക് കുറച്ച് ടൈപ്പ് ഓഫ് എക്സ്പെൻസ് തന്നിട്ടുണ്ട്. അതിന് നമ്മൾ എവിടെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. നമുക്ക് കോസ്റ്റ് ഓഫ് സെയിൽസിലാണോ, ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റിലാണോ, അല്ലെങ്കിൽ അഡ്മിൻ എക്സ്പെൻസിലാണോ, ഏത് ടൈപ്പ് ഓഫ് എക്സ്പെൻസിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് വൺ, ഡിപ്രീസിയേഷൻ ചാർജ്ഡ് ഓൺ ഫാക്ടറി മെഷീനറി. ഫാക്ടറി മെഷീനറി പറഞ്ഞാൽ എന്താ? പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന മെഷീനറിയാണ്. സോ ഈ പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന മെഷീനറിന്റെ മേലെ വരുന്ന ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് അത് കോസ്റ്റ് ഓഫ് സെയിൽസിലാണ്. മാനുഫാക്ചറിങ് കോസ്റ്റ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ആണ്, ഡയറക്റ്റ് കോസ്റ്റ് ആണ്. അത് നമ്മൾ എവിടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? കോസ്റ്റ് ഓഫ് സെയിൽസിലാണ്. സോ എപ്പോഴും ഈ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫാക്ടറി മെഷീനറീസിന്റെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ എവിടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? കോസ്റ്റ് ഓഫ് സെയിൽസിലായിരിക്കും. ഓക്കെ, കാരണം അത് പ്രൊഡക്ഷന് വേണ്ടി വരുന്ന കോസ്റ്റ് ആണ്. ഇനി കമ്പ്യൂട്ടർ കൺസ്യൂമബിൾസ് ഫോർ പ്രിന്റിംഗ് ഇൻ ഫൈനാൻസ് ഓഫീസ്. കമ്പ്യൂട്ടർ കൺസ്യൂമബിൾസ്, കമ്പ്യൂട്ടർ അല്ല കേട്ടോ, കമ്പ്യൂട്ടർ കൺസ്യൂമബിൾസ് ഫോർ പ്രിന്റിംഗ് ഇൻ ഫൈനാൻസ് ഓഫീസ്. സോ കമ്പ്യൂട്ടർ കൺസ്യൂം, എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പേപ്പർ, പ്രിന്റ്, ഇങ്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് എക്സ്പെൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നുണ്ടാവുക? അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇനി ഇൻട്രസ്റ്റ് കോസ്റ്റ് ഓൺ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ഫൈനാൻസ് കോസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട, ഓവർ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. വേജസ് കോസ്റ്റ് ഫോർ സെയിൽസ് ടീം, അതെന്താണ്? സെയിൽസ് ടീമിന്റെ വേജസ് കോസ്റ്റ് ആണ്. എന്തായിരിക്കും? നോർമലി എംപ്ലോയീസിന് കൊടുക്കുന്ന സാലറി എന്ന് പറയുന്ന അഡ്മിൻ എക്സ്പെൻസ് ആണ്. പക്ഷേ സെയിൽസ് ടീമിന്റെ വേജസ് കോസ്റ്റ് എവിടെയായിരിക്കും ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റിലായിരിക്കും. ഓക്കെ, സോ ആ കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കി വെക്കണം. ആ ഒരു കോസ്റ്റ് എന്ത് റിലേറ്റ് ചെയ്ത് വരുന്ന? പ്രൊഡക്ഷൻ റിലേറ്റ് ചെയ്ത് വരുന്നതാണെന്നുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസിൽ, സെയിൽസ് റിലേറ്റ് ചെയ്ത് വരികയാണെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്, അതേപോലെ നോർമൽ അഡ്മിനിസ്ട്രേറ്റീവ് റിലേറ്റ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ അഡ്മിൻ കോസ്റ്റ് ആയിട്ട് കാണിക്കണം. ഇനി ഇൻട്രസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യണം?
ഫൈനാൻസ് കോസ്റ്റ് ആയിട്ട് അവർക്ക് എന്ത് ചെയ്യുക കാണിക്കുന്നുണ്ടാവുക. ഓക്കെ, then last question, what amount will be shown in the statement of profit or loss for profit before interest and tax? Profit before interest and tax നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? SOP ഫോർമാറ്റ് എന്തായിരുന്നു? സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടുമ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. അതർ ഇൻകം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അതർ എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് എന്ത് കിട്ടുക? പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് കിട്ടുന്നുണ്ടാവും. ഓക്കെ, സെയിൽസ് എത്രയാണ്? 437,000. കോസ്റ്റ് ഓഫ് സെയിൽസ് 219,000. ഗ്രോസ് പ്രോഫിറ്റ് എത്ര വരിക? 218,000. ഇനി അതർ ഇൻകം എത്രയാണ്? 12,230. അതർ എക്സ്പെൻസ് ഏതൊക്കെ വരുന്നത്? ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസും ഉണ്ട്, അഡ്മിൻ എക്സ്പെൻസും ഉണ്ട്. സോ അത് രണ്ടും ഒരുമിച്ച് ഇതാണ് 42,600 പ്ലസ് 61,800 104,400. സോ എത്ര ആയിരിക്കും പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് വരുന്നത്? 437. സോറി, ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണ്? 218,000 പ്ലസ് 12,230 മൈനസ് ദർ എക്സ്പെൻസ് 104. 125,830 will be the answer. Okay, so the answer is B will be the answer. Okay, simple ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇനി സോ വി കംപ്ലീറ്റഡ് 3 ചാപ്റ്റേഴ്സ്. ഇനി ബാക്കി നമുക്ക് 3 ചാപ്റ്റേഴ്സ് കൂടെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ചെറിയ ബ്രേക്കിന് ശേഷം തുടങ്ങാം. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോസ് ആണ്. നമുക്ക് 10:45 ആയിട്ടുണ്ട്. 11:05 എന്ത് ചെയ്യാൻ തുടങ്ങണ്ട, ഒരു 20 minutes ബ്രേക്ക്. ഓക്കെ.
Okay, let's continue. Okay. So ഇനി ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. State whether each of the following descriptions about a statement of cash flow is true or false. സോ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിനെ പറ്റി കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ട്രൂ ആണോ ഫാൾസ് എന്ന് നമ്മൾ പറയണം. ഓക്കെ, ഫസ്റ്റ് വൺ, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഈസ് എ ഫ്യൂച്ചർ റെക്കോർഡ് ഓഫ് ക്യാഷ് പെയ്ഡ് ആൻഡ് റിസീവ്ഡ്. ഫാൾസ് ആണ്. ഓൾറെഡി പാസ്റ്റിൽ നടന്നിട്ടുള്ള ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ കാണിക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫാൾസ്. Cash flow statements include non-cash transactions that will have a significant impact on cash flow in future. അതും ഇൻകറക്റ്റാണ്. നമ്മൾ ഡയറക്റ്റ്ലി പഠിച്ചിട്ടുണ്ട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് വരുന്നത്. ഓൾറെഡി ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് ഫ്രം 3 ആക്ടിവിറ്റീസ് ഏതൊക്കെയായിരുന്നു? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആൻഡ് ഫൈനാൻസിങ് ആക്ടിവിറ്റീസ് അല്ലേ. ഓക്കെ, ഇനി ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് allow users to see how much cash investment is being made in new assets. അത് കറക്റ്റ് അല്ലേ? പുതിയ അസറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര ക്യാഷ് സ്പെൻഡ് ആയിക്കുന്നത് നമുക്ക് എവിടെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. സോ ദാറ്റ് ഈസ് ട്രൂ. ഓക്കെ, യൂസേഴ്സ് ഓഫ് ദ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ക്യാൻ സീ വെദർ ഇൻക്രീസ് ഇൻ ക്യാഷ് ഹാവ് കം ഫ്രം ട്രേഡിംഗ് ആക്ടിവിറ്റീസ്. ഇസ് ദാറ്റ് ട്രൂ? അതും ട്രൂ അല്ലേ? കാരണം ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ നിന്ന് എത്ര ക്യാഷ് ഇൻഫ്ലോ വന്നിട്ടുണ്ട്, ക്യാഷ് ഔട്ട് ഫ്ലോ വന്നിട്ടുണ്ട് നമുക്ക് ഡയറക്റ്റ്ലി വിസിബിൾ ആണ് അല്ലേ. 3 ആക്ടിവിറ്റീസ് ആണുള്ളത്. അതിൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിന്റെ അണ്ടറിൽ വരുന്നതാണ് എന്ത്? ട്രേഡിംഗ് ആക്ടിവിറ്റീസ് എന്നുള്ളത്. ഓക്കെ, സോ ട്രേഡിംഗ് ആക്ടിവിറ്റീസിൽ നിന്ന് എത്ര ക്യാഷ് ഇൻഫ്ലോ ഓർ ഔട്ട് ഫ്ലോ വരുന്നത് നമുക്ക് ഡയറക്റ്റ്ലി എന്താണ്? വിസിബിൾ ആണ്. സോ അതെന്താണ്? ട്രൂ ആണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. വിച്ച് 2 of the following items will be included in the cash flow from operating activities section of the statement of cash flows when using the indirect method? ഇൻഡയറക്റ്റ് മെത്തേഡിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നുണ്ടെങ്കിൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൻ്റെ അണ്ടറിൽ ഏതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാന്നുള്ളത് ചോദിക്കുന്നത്. ഇൻക്രീസ് ഇൻ ഇൻവെന്ററി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന ആ ഫോർമാറ്റ് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഇത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇൻക്രീസ് ഇൻ ഇൻവെന്ററി അതിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇൻഡയറക്റ്റ് മെത്തേഡിൽ ഇൻക്രീസ് ഇൻ ഇൻവെന്ററി, ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോസ് കണ്ടുപിടിക്കാൻ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന റൈറ്റ് ആണ്. ക്യാഷ് പെയ്ഡ് ടു എംപ്ലോയീസ് അത് ഡയറക്റ്റ് മെത്തേഡിലാണ്, ഇൻഡയറക്റ്റ് മെത്തേഡിലല്ല. പ്രോഫിറ്റ് ബിഫോർ ടാക്സേഷൻ അതും നമ്മൾ എടുക്കുന്നുണ്ട്. ക്യാഷ് പെയ്ഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, അതൊക്കെ ഡയറക്റ്റ് മെത്തേഡിൽ വരുന്ന. ഇൻഡയറക്റ്റ് മെത്തേഡിൽ എന്തൊക്കെ വരുന്നത്? ഇൻക്രീസ് ഇൻ ഇൻവെന്ററിയും പ്രോഫിറ്റ് ബിഫോർ ടാക്സേഷൻ മാത്രമാണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് വാല്യൂ വുഡ് ബി ഷോൺ ഫോർ നെറ്റ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലന്റ് ഇൻ ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോ ഫോർ ദ ഇയർ എൻഡഡ് 30 September 2003? സോ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ ഈ വർഷം എത്ര ക്യാഷ് ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് കാണിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. ഓക്കെ, സോ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? ക്യാഷിൽ വന്നിട്ടുള്ള മൂവ്മെന്റ്സ് എങ്ങനെ കണ്ടുപിടിക്കുക ഈ ഒരു ക്വസ്റ്റ്യന്റെ ഇൻഫോർമേഷൻ വെച്ചിട്ട്? ക്യാഷ് എന്ന് പറയുന്നത് ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് ഇൻ ബാങ്കിൻ്റെയും ടോട്ടലാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ എന്താ ആഡ് ചെയ്യണം? ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം. ഇത് മൂന്നിൻ്റെയും സമ്മനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്യാഷ് ഇക്വലൻസ്. സോ ഇതിൽ ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറയുന്നത് മേ ബി പോസിറ്റീവ് ബാലൻസ് ആവാം, അല്ലെങ്കിൽ എന്താവും? നെഗറ്റീവ് ബാലൻസ് ആവും. ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും, അല്ല ഡെപ്പോസിറ്റ് ബാലൻസ് ആണെങ്കിൽ എന്തായിരിക്കും? പോസിറ്റീവ് ബാലൻസ് ആയിരിക്കും. ഓക്കെ, സോ 2002 എത്ര ആയിരുന്നു ഷോർട്ട് ടേം ലിക്വിഡ് ഇൻവെസ്റ്റ്മെന്റ്സ്? 21,000. 2002 21,000 ക്യാഷ് ഇക്വലൻസ് ഉണ്ടായിരുന്നു. ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ്സ് നമ്മൾ ക്യാഷ് ഇക്വലൻസ് എന്ന് പറയാം. ഓക്കെ, ഇനി ബാങ്കിൽ 8,000 ക്യാഷ് ആയിട്ട് 95 ഉണ്ടായിരുന്നു. ഓക്കെ, 8,000 ആൻഡ് 95. സോ ടോട്ടൽ 2002 നമ്മുടെ കയ്യിൽ എത്ര ഉണ്ടായിരുന്നത്? 95 പ്ലസ്
29,095. Okay. ഇനി 2003 ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്? 24,000 ആണ്. 24,000, ബാങ്ക് 14,000, ദെൻ ക്യാഷ് 150 അല്ലേ? സോ ഇതിന്റെ സം എത്ര വരും? 2003 ആകുമ്പോൾ 24,000 പ്ലസ് 14,000 പ്ലസ് 150, 38,150. സോ 29,095 ഉള്ളത് 38,150 ആയിട്ടുണ്ട്. അപ്പൊ എത്ര ആയിരിക്കും ഈ വർഷം വന്നിട്ടുള്ള മൂവ്മെന്റ്? 9,055 ആയിരിക്കും ഈ വർഷം വന്നിട്ടുള്ള മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആൻസർ ചെയ്ത് തരാം. ആൻസർ വിൽ ബി ബി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which two of the following items will be included in a statement of cash flows? ബി പാർട്ട് നമ്മൾ ഈ ഒരു സെക്ഷനിലല്ല ചെയ്തിട്ടുള്ളത്. ഇതിന് മുന്നേ ഒരു മാരത്തോൺ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിലാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, which two of the following items will be included in a statement of cash flows? Receipt of a bank loan. See, ഇതിൽ ഏതൊക്കെ രണ്ട് ഐറ്റംസ് ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ ഇൻക്ലൂഡ് ചെയ്യാന്നുള്ളതാണ്. ഒരു കാര്യം നമുക്കറിയാം, ക്യാഷ് ഇൻഫ്ലോസും ആൻഡ് ഔട്ട്ഫ്ലോസും മാത്രമായിരിക്കും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, സോ റിസീപ്റ്റ് ഓഫ് എ ബാങ്ക് ലോൺ. റിസീപ്റ്റ് ഓഫ് ബാങ്ക് ലോൺ പറഞ്ഞാൽ എന്താ? ഒരു ക്യാഷ് ഇൻഫ്ലോ അല്ലെ, ക്യാഷ് ആയിട്ട് കിട്ടുന്നല്ലേ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, ഡിവിഡൻസ് റിസീവ്ഡ് ഫ്രം ഇൻവെസ്റ്റ്മെന്റ്സ് ഇൻക്ലൂഡ് ചെയ്യൂലേ? ഇൻക്ലൂഡ് ചെയ്യും. ഇൻക്രീസിംഗ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ് ഇൻക്ലൂഡ് ചെയ്യൂല. റേറ്റ് ഓഫ് റിക്കവറബിൾ ഡെപ്റ്റ് അതൊന്നും ക്യാഷ് ഐറ്റംസ് അല്ല, നോൺ ക്യാഷ് ഐറ്റംസ് ആണ്. ക്യാഷ് ഐറ്റംസ് മാത്രം നമ്മൾ എവിടെ ഇൻക്ലൂഡ് ചെയ്യുക? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. സ്റ്റേറ്റ് വെദർ ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസ്ക്രിപ്ഷൻസ് അബൌട്ട് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോ ഈസ് ട്രൂ ഓർ ഫാൾസ്. സോ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിനെ പറ്റി കുറെ സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. വി ഹാവ് ടു മെൻഷൻ വെദർ ഇറ്റ് ഈസ് ട്രൂ ഓർ ഫാൾസ്. A statement of cash flow is only prepared by limited companies. അങ്ങനെ നമ്മൾ എവിടെയും പഠിച്ചിട്ടില്ല. ലിമിറ്റഡ് കമ്പനീസ് മാത്രമല്ല, അതല്ലാത്ത കമ്പനീസ് എന്ത് ചെയ്യും? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യും. ഓക്കെ, എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോ പ്രൊവൈഡ്സ് ഇൻഫോർമേഷൻ ദാറ്റ് ക്യാൻ ഓൾറെഡി ബി ഫൗണ്ട് ഇൻ ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ടു ലോസ് ആൻഡ് ഇൻ ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ. ഓൾറെഡി SOP-ലും SOF-ലും ഫൗണ്ട് ചെയ്യുന്ന ഇൻഫോർമേഷൻ തന്നെയാണ് ആര് തരുന്നത്? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് തരുന്നുള്ളതാണ് പറയുന്നത്. ഇസ് ദാറ്റ് ട്രൂ? ഓൾറെഡി SOP-ലും SOF-ലും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയിട്ട് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുന്നത്? ഈ സ്റ്റേറ്റ്മെന്റ് ഫാൾസ് അല്ലേ? എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോ പ്രൊവൈഡ്സ് ഇൻഫോർമേഷൻ ദാറ്റ് ക്യാൻ ഓൾറെഡി ബി ഫൗണ്ട് ഇൻ ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ആൻഡ് ഇൻ ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ. ഓക്കെ, സോ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിലെ ഇൻഫോർമേഷൻസ് ഒന്നും നമുക്ക് SOP-ലോ SOF-ലോ നോക്കി കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റൂല. അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ അതെന്താണ്? ഫാൾസ് ആണ്. ഓക്കെ, ഇനി a statement of cash flow that shows an increase in cash and cash equivalents tells the users that the business is solvent. A statement of cash flow that shows an increase in cash and cash equivalents tells the users that the business is solvent. സോൾവെന്റ് പറഞ്ഞാൽ എന്താ? ഒരു ബിസിനസ്സിന് അവരുടെ ലോങ് ടേം ലൈബിലിറ്റി റീപേ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടെങ്കിൽ അതിന് നമ്മൾ എന്താ പറയുന്നത്? ബിസിനസ് സോൾവെന്റ് ആണെന്നുള്ള പറയുന്നത്. സോ ഇവര് പറയുന്നത് ഓവറോൾ നമ്മുടെ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസിലെ മൂവ്മെന്റ് നോക്കുമ്പോൾ പോസിറ്റീവ് ആണ്, ഇൻക്രീസ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ഓവറോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ നമുക്ക് ഫൈനലായിട്ട് നെറ്റ് ഇൻക്രീസ് എത്ര തന്നിട്ടുണ്ട്? ഒരു 50,000 തന്നിട്ടുണ്ട്. സോ ഈ ഇൻക്രീസ് അവർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ ഒരു എമൗണ്ട് വെച്ചിട്ട് നമുക്ക് കമ്പനീന്റെ ലോണ് മൊത്തം തിരിച്ചടക്കാൻ പറ്റുന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ എവിടെയും ഇന്റർപ്രറ്റ് ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു മീനിങ്ങിനെ നമ്മൾ പഠിച്ചിട്ടില്ല. ഈ 50,000 ഇൻക്രീസ് വന്നു കഴിഞ്ഞാലും മേ ബി 50,000 ഇൻക്രീസ് വന്നത് കമ്പനി ലോൺ എടുത്തിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഫൈനാൻസിങ് ആക്ടിവിറ്റിന്റെ അണ്ടറിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? 50,000 ലോൺ എടുത്തിട്ടുണ്ട്. അത് കാരണം എന്ത് വരാം? ക്യാഷ് ഫ്ലോ കൂടാം. സോ കമ്പനീന്റെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ അതിന്റെ മീനിങ് അത് വെച്ചിട്ട് എല്ലാ ലൈബിലിറ്റിയും തിരിച്ചടക്കാൻ പറ്റുന്നുള്ളതല്ല. ചിലപ്പോൾ ലോൺ എടുത്ത കാരണമായിരിക്കും ക്യാഷ് വന്നിട്ടുണ്ടാവുക.
അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ലയബിലിറ്റി റീപേ ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല. സോ ഇവർ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇൻകറക്റ്റ് ആണ്. എപ്പോഴും പോസിറ്റീവ് ക്യാഷ് ബാലൻസ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ മീനിങ് കമ്പനി സോൾവെന്റ് ആണ് എന്നല്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് ഫാൾസ്. ഇനി എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോ ദാറ്റ് ഷോസ് എ ഡിക്രീസ് ഇൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് ടെൽസ് ദ യൂസേഴ്സ് ദാറ്റ് ദ ബിസിനസ് ഹാസ് ഓവർസ്പെൻഡ് ദ ഇയർ. എന്താ പറയുന്നത്? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ നെഗറ്റീവ് ബാലൻസ് ആണ് കാണിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മീനിങ് ഈ വർഷം നമ്മൾ ഓവറായിട്ട് സ്പെൻഡ് ചെയ്തിരിക്കണമെന്നുള്ളതാണ്. എപ്പോഴേക്കായിരിക്കും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ നെഗറ്റീവ് ബാലൻസ് വരിക? ഒന്ന് നമ്മൾ ഓവറായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ടൈമിൽ, അല്ലെങ്കിലോ നമ്മൾ കുറെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. സോ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോഴും നെഗറ്റീവ് ബാലൻസ് ആയിരിക്കും വരുന്നത്, അല്ലാതെ ഓവർ സ്പെൻഡ് ചെയ്യുമ്പോൾ മാത്രമല്ല നെഗറ്റീവ് ബാലൻസ് വരുന്നത്. സോ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണ്. നെഗറ്റീവ് ബാലൻസ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ മീനിങ് ഓവർ സ്പെൻഡ് ചെയ്തു എന്നല്ല, ചിലപ്പോൾ മേ ബി ഓവറായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, അത് കാരണമായിരിക്കും നെഗറ്റീവ് ബാലൻസ് വന്നിട്ടുണ്ടാവുക. സോ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഫാൾസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. How much should be included within the cash flow from financing activities in the statement of cash flow for the repayment of bank loan? So bank loan relate ചെയ്തിട്ട് എത്രയാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണമെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, സോ നോക്കാം. Purple Company had a bank loan outstanding 3,400 at 31st December 2004. നമ്മളിപ്പോൾ 2005 ഓപ്പണിംഗ് ബാങ്ക് ലോൺ എത്ര ഉണ്ടായിരുന്നു? 3,400 ആയിരുന്നു. ഓക്കെ, ഇനി എത്രയായിരുന്നു ക്ലോസിംഗ് ലോൺ? At the end of 2005, the balance outstanding on the loan was 3,100. Closing balance 3,100 ആണ്. ഓക്കെ, ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് 3,100 ആണ്. ഇനി നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം. During 2005, Purple Company was charged and paid interest of 170,000. So ഓൾറെഡി നമുക്ക് ഈ വർഷം ഇൻട്രസ്റ്റ് ആയിട്ട് 170 വന്നിട്ടുണ്ട്. ഇത് കൊടുത്തിട്ടില്ലെങ്കിൽ ലയബിലിറ്റി ഇൻക്രീസ് ആവും, പക്ഷെ ഇത് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പേ ചെയ്തിട്ടുണ്ട്. പെയ്ഡ് ആയതുകൊണ്ട് ആ ലയബിലിറ്റി എന്തായിട്ടുണ്ടാവും? കുറഞ്ഞിട്ടുണ്ടാവും. 170 ആദ്യം കൊടുക്കാനുള്ളതായിരുന്നു, അത് നമ്മൾ എന്ത് ചെയ്തു? കൊടുത്തു. ഓക്കെ, പെയ്ഡായി. ഇനി ബാക്കി എന്താ പറയുന്നത്? ഇറ്റ് വാസ് ലോൺ ആൻ അഡീഷണൽ ലോൺ ഓഫ് 200. സോ ഈ വർഷം അഡീഷണൽ പുതിയ ലോൺ നമ്മൾ എടുത്തിട്ടുണ്ട്. ന്യൂ ലോൺ എത്രയാണ്? 200. സോ ഇത്രയും കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? ക്ലോസിംഗ് ലോൺ 3,100 കിട്ടണം. കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. 3,400 200 3,600 ആണ് കിട്ടുന്നത്. പക്ഷേ ക്ലോസിംഗ് ആയപ്പോൾ എത്ര വന്നിട്ടുണ്ട്? 3,100 ആയിട്ടുണ്ട്. ഇതിന്റെ മീനിങ് എന്താ? 500 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? പെയ്ഡ് ആയിട്ടുണ്ടാവും. ഇങ്ങനെയാണ് ലോണിന്റെ ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിക്കല്. എത്ര ലോൺ എമൗണ്ട് കൊടുത്തോ ഇല്ല എന്നുള്ള നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കല്? ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും കമ്പയർ ചെയ്തിട്ടാണ്. ഇൻക്രീസ് ആയിക്കണമെങ്കിൽ നമ്മൾ പുതിയ ലോൺ എടുത്തിട്ടുണ്ടാവും. ഡിക്രീസ് ആണെങ്കിലോ അത്രയും എമൗണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? റീപേയ്മെന്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സോ 500 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? റീപേയ്മെന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇത് ആൻസർ വരിക എ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. What amount should be shown in the statement of cash flow for the sale of this equipment and which section should it be included? ഒരു നോൺ കറന്റ് അസറ്റ് വിൽക്കുമ്പോൾ അവിടെ എത്ര ക്യാഷ് ഇൻഫ്ലോ വന്നുള്ളത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? അസറ്റിന്റെ കോസ്റ്റിൽ നിന്ന് അക്യൂമുലേറ്റഡ് ഡിപ്രീസിയേഷൻ കുറച്ചിട്ട് പ്രോഫിറ്റ് ആണെങ്കിൽ ആഡ് ചെയ്യണം, ലോസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് എന്ത് കിട്ടുക? പ്രൊസീഡ്സ് കിട്ടുന്നുണ്ടാവാം, എത്ര ക്യാഷ് കിട്ടി എന്നുള്ളത്. ഓക്കെ, സി ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്ക് ഇൻഫർമേഷൻ ഫിൽ ചെയ്യാം. റെഡ് കമ്പനി മെയ്ഡ് എ പ്രോഫിറ്റ് ഓഫ് 175 ഓൺ സെയിൽ ഓഫ് ദ പീസ് ഓഫ് എക്യുപ്മെന്റ്. സോ പ്രോഫിറ്റ് ആണെങ്കിൽ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. പ്ലസ് 175. ഓക്കെ, the equipment had originally been purchased for 2,300 and depreciation of 850 had been charged to the statement of profit or loss. So 2,300 ആണ് കോസ്റ്റ്. ഡിപ്രീസിയേഷൻ എത്ര ആയിരുന്നു? 850. ഓക്കെ, എത്ര ആയിരിക്കും പ്രൊസീഡ്സ് വരുന്നുണ്ടാവുക? 2,300 മൈനസ് 850 പ്ലസ് 1,625 ആയിരിക്കും പ്രൊസീഡ്സ് വരുന്നുണ്ടാവും.
നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യുന്ന ഇക്വേഷൻ ആണ് കോസ്റ്റ് മൈനസ് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ. പ്രോഫിറ്റ് ആണെങ്കിൽ ആഡ് ചെയ്യണം, ലോസ് ആണെങ്കിൽ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. അപ്പോൾ എത്ര ക്യാഷ് കിട്ടി എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇത് എവിടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക, അണ്ടർ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. സോ ഏത് ആൻസർ വരിക, ഡി അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What amount should be shown in the statement of cash flow for net cash from operating activities when using direct method? Direct method net cash flow from operating activities നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അണ്ടർ ഇതിൻ്റെയൊക്കെ ഫോർമാറ്റ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, ക്യാഷ് receipt from customers, ഇതിൽ നിന്ന് എന്ത് ഡിഡക്റ്റ് ചെയ്യണം, ക്യാഷ് പെയ്ഡ് ടു സപ്ലൈസ് കുറക്കണം, പിന്നെ ക്യാഷ് പെയ്ഡ് ടു എംപ്ലോയീസ് എന്ത് ചെയ്യണം, കുറക്കണം. ഓക്കെ, പിന്നെ കിട്ടുന്ന ഫിഗറിൽ നിന്ന് നമ്മൾ എന്ത് കുറക്കണം, ഇൻട്രസ്റ്റ് പെയ്ഡും ടാക്സ് പെയ്ഡും അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് എന്ത് കിട്ടുക, നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ഈ ഫോർമാറ്റ് നമ്മൾ പ്രോപ്പറായിട്ട് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ജസ്റ്റ് ഇത് ഫില്ല് ചെയ്താൽ മതി. ഓക്കെ, ക്യാഷ് റിസീപ്റ്റ് ഫ്രം കസ്റ്റമേഴ്സ് എത്രയായിരുന്നു, 410,000 അല്ലേ. ഒരു പിന്നിൻ്റെ ചാർജ് തീർന്നിട്ടുണ്ട്. ഒരു 2 minutes ഒന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യണം. ഓക്കെ, ഹാപ്പി വിഷ്ണു, ഹാപ്പി വിഷ്ണു അല്ലടാ, ഹാപ്പി വിഷു അല്ലേ. ഓക്കെ, സോ നമുക്ക് നോക്കാം. ക്യാഷ് റിസീപ്റ്റ് ഫ്രം കസ്റ്റമേഴ്സ് എത്രയാണ്, 14,000. ഓക്കെ, ക്യാഷ് പെയ്ഡ് ടു സപ്ലൈസ് 180,000. ക്യാഷ് പെയ്ഡ് ടു എംപ്ലോയീസ് എത്ര, 120,000. ഇനി ഇൻട്രസ്റ്റ് പെയ്ഡും ടാക്സ് പെയ്ഡും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം, 12,000 and 13,000. സോ ഫൈനൽ ഫിഗർ എത്ര ആയിരിക്കും വരുന്നത്, 10,000
85,000 അല്ലേ? ഓക്കെ, സോ ആൻസർ വിൽ ബി 85,000. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, for each of the following transaction indicate whether they will affect cash now, in future or never. സോ താഴെ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ്, കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഇത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിനെ ഇപ്പം എഫക്റ്റ് ചെയ്യുന്നതാണോ ഓർ ഫ്യൂച്ചറിൽ എഫക്റ്റ് ചെയ്യുന്നതാണോ ഓർ നെയ്തർ ആണെന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ ആൻസർ ചെയ്യണം. സോ ഫസ്റ്റ് വൺ, ഡിപ്രീസിയേഷൻ ഓഫ് എ മോട്ടോർ വെഹിക്കിൾ. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ ഇൻക്ലൂഡ് ചെയ്യാത്തൊരൈറ്റാണ്. സോ നെവർ. ഡിക്ലറേഷൻ ഓഫ് എ ഡിവിഡൻഡ്. ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻഡ് പറഞ്ഞാൽ എന്താ, ഡിവിഡൻഡ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. സോ ഇത് ഫ്യൂച്ചറിൽ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, എന്തായാലും കൊടുക്കേണ്ടി വരും അല്ലേ? ഓക്കെ, ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ കൊടുക്കേണ്ട ഒരു ഡിവിഡൻഡ് ആണ്. സോ ഇപ്പൊ നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ ഇൻക്ലൂഡ് ചെയ്യോ? ഇല്ല. സോ ഫ്യൂച്ചറിൽ വരാൻ പോകുന്നൊരു സംഭവമാണ്. റൈറ്റ് ഇഷ്യൂ ഓഫ് ഷെയർസ്, എന്തായാലും റൈറ്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് കിട്ടും, നമ്മൾ ഇപ്പം ഇൻക്ലൂഡ് ചെയ്യേണ്ട ഫിഗർ ആണ്. അക്രൂവൽ ഫോർ ഇലക്ട്രിസിറ്റി. അക്രൂവൽസ് പറഞ്ഞാൽ എന്താ, കൊടുക്കാനുള്ളത് കൊടുത്തിട്ടില്ല. സോ ഫ്യൂച്ചറിൽ നമ്മൾ എന്തായാലും അത് കൊടുക്കേണ്ടി വരും. സോ അക്രൂവൽസ് ഫ്യൂച്ചറിൽ കൊടുക്കുന്ന ഒരു എമൗണ്ട് ആയതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിലായിരിക്കും ഇതിന്റെ ഇമ്പാക്ട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ വരുന്നുണ്ടാവാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ടു ഓഫ് ദ ഫോളോയിങ് ഐറ്റംസ് വിൽ ബി ഇൻക്ലൂഡഡ് ഇൻ ദ ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് സെക്ഷൻ ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോസ്. സോ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ നമ്മൾ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യല്, പർച്ചേസ് ഓഫ് നോൺ കറന്റ് അസറ്റ്, സെയിൽസ് പ്രൊസീഡ്സ് ഫ്രം നോൺ കറന്റ് അസറ്റ്, പിന്നെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അത്, ഡിവിഡൻഡ് റിസീവ്ഡ്, ഇതൊക്കെയാണ് നമ്മൾ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ ഇൻക്ലൂഡ് ചെയ്യല്. സോ ഇതിൽ ഏതൊക്കെ അതിൽ വരുന്നത്, പർച്ചേസ് ഓഫ് നോൺ കറന്റ് അസറ്റ് അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. പ്രൊസീഡ്സ് ഫ്രം ഇഷ്യൂ ഓഫ് ഷെയർ ക്യാപിറ്റൽ അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യൂല. അത് എവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നത്, അത് ഫൈനാൻസിങ് ആക്ടിവിറ്റി അണ്ടറിലായിരിക്കും ഇൻക്ലൂഡ് ചെയ്യുന്നത്. ദെൻ ഡിവിഡൻഡ് റിസീവ്ഡ്, ഓക്കെ, അത് ഇൻക്ലൂഡ് ചെയ്യും. സോ എ ആൻഡ് സി. ഡിവിഡൻഡ് പെയ്ഡ് നമ്മൾ എവിടെ ഇൻക്ലൂഡ് ചെയ്യുക, അണ്ടർ ഫൈനാൻസിങ് ആക്ടിവിറ്റീസ് അല്ലേ? So we done with 10 questions from this chapter. ഇനി അടുത്ത ചാപ്റ്റർ നോക്കാം. ഓക്കെ, അടുത്തത് കൺസോളിഡേറ്റഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. സോ നോക്കാം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. What is the percentage threshold of ordinary share ownership below which an investment would be regarded as trade or simple investments? Threshold നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, മോർ ദാൻ 50% ആണെന്നുണ്ടെങ്കിൽ പാരന്റ് സബ്സിഡറി റിലേഷൻ ആണ്. ഓക്കെ, 20% ടു 50% ആണെന്നുണ്ടെങ്കിൽ പാരന്റ് അസോസിയേറ്റ് റിലേഷൻ ആണ്. ലെസ് ദാൻ 20% ആണെന്നുണ്ടെങ്കിൽ ഇതെന്താണ്, സിമ്പിൾ അല്ലെങ്കിൽ ട്രേഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഓക്കെ, സോ ത്രെഷോൾഡ് എന്ന് പറയുന്നത് സിമ്പിൾ ഇൻവെസ്റ്റ്മെന്റ്സിന് അല്ലെങ്കിൽ ട്രേഡ് ഇൻവെസ്റ്റ്മെന്റ്സിന്റെ ത്രെഷോൾഡ് എന്ന് പറയുന്നത് എത്രയാണ്, 20% ആണ്. അതിന് താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ എന്തായിരിക്കും, ട്രേഡ് ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും. ഓക്കെ, സോ ഏതാണ് ആൻസർ വരിക, 20% അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നിക്കി കമ്പനി ഓൺസ് 75% ഓഫ് ദ ഓർഡിനറി ഷെയർസ് ആൻഡ് 60% ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഓഫ് ലൗറി കമ്പനി. What percentage of Lowry company is owned by the non-controlling interest? NCIന്റെ പെർസെൻറ്റേജ് എപ്പോഴും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് പാരന്റ് കമ്പനി എത്ര ഓർഡിനറി ഷെയർസ് ഹോൾഡ് ചെയ്യുന്നുണ്ടോ അതിന്റെ ബേസിലായിരിക്കും. സോ പാരന്റ് കമ്പനി എത്ര ഓർഡിനറി ഷെയർസ് ഹോൾഡ് ചെയ്യുന്നത് 75% ആണ്. അങ്ങനെയാണെങ്കിൽ NCI എത്ര ആയിരിക്കും, 25% ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. What amount should be included in the consolidated statement of financial position for non-controlling interest? NCIന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ,
എൻ സി ഐൻ്റെ വാല്യൂ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഫെയർ വാല്യൂ ഓഫ് എൻ സി ഐ അറ്റ് ഡേറ്റ് ഓഫ് അക്യൂസിഷൻ, എൻ സി ഐ ഷെയർ ഓഫ് പി എ ആർ. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് എന്ത് കിട്ടുക? എൻ സി ഐൻ്റെ വാല്യൂ കിട്ടുന്നത്. ഓക്കെ, Alpha company purchased 70% of ordinary share capital of Beta company on 1st January 2005. Okay. When Beta company's retained earnings were 240,000. So working on 2 net asset of subsidiary നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. ഡേറ്റ് ഓഫ് അക്യൂസിഷനും ഡേറ്റ് ഓഫ് റിപ്പോർട്ടിംഗ്. ഡേറ്റ് ഓഫ് അക്യൂസിഷനിൽ റീറ്റേൺ ഏർണിങ്സ് എത്ര ആയിരുന്നു? 240,000 അല്ലേ? The fair value of NCI interest at this date was 109,000. So NCIന്റെ വാല്യൂ ഡേറ്റ് ഓഫ് അക്വിസിഷനിൽ 109,000 ആയിരുന്നു. ഓക്കെ, at 31st December 2008, the retained earnings of Alpha company are 905,000. So date of reporting എത്ര ആയിരുന്നു? 905,000 ആയിരുന്നു. സോറി, പാരന്റ് കമ്പനിൻ്റെയാണ്. ആൻഡ് ബീറ്റ കമ്പനി എത്രയായിരുന്നു? 570,000. സോ നമ്മൾ എടുക്കേണ്ടത് സബ്സിഡിയറി കമ്പനിയാണ് എടുക്കേണ്ടത്. സബ്സിഡറി കമ്പനീൻ്റെ എത്രയായിരുന്നു? 570,000 അല്ലേ? സോ 570,000. ഈ ഡേറ്റ് ഓഫ് റിപ്പോർട്ടിംഗിലെയും ഡേറ്റ് ഓഫ് അക്വിസിഷനിലെയും ടോട്ടൽ നെറ്റ് അസറ്റിന്റെ ഡിഫറൻസിന് നമ്മൾ എന്താ പറയുന്നത്? പി എ ആർ എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ എൻ സി ഐക്ക് എന്ത് ചെയ്യുന്നത്? ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. സോ എത്ര ഡിഫറൻസ് പറയുന്നത് വരുന്നത്? 570,000 മൈനസ് 240,000, 330,000. ഇതിൽ എൻ സി ഐൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്? 30% അല്ലേ? എൻ സി ഐക്ക് എത്ര പോവുക? 30%. സോ എത്ര ആയിരിക്കും ഫിഗർ പോകുന്നുണ്ടാവുക? 330,000 ഇൻറ്റു 30%, 99,000. സോ ടോട്ടൽ എത്ര വരും? 208,000. ഇതായിരിക്കും എൻ സി ഐൻ്റെ വാല്യൂ വരുന്നുണ്ടാവും. ഓക്കെ, സോ ഇത് ആൻസർ വരിക സി will be the answer. Okay, ഈ 5 സ്റ്റെപ്പ് അപ്രോച്ച് ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പഠിക്കുന്നതാണ്. ഗ്രൂപ്പ് സ്ട്രക്ചർ, ദെൻ നെറ്റ് അസെറ്റ് ഓഫ് സബ്സിഡറി, ഗുഡ് വില്ല്, ഫെയർ വാല്യൂ ഓഫ് എൻ സി ഐ, അതേപോലെ ഗ്രൂപ്പ് റിട്ടേൺ ഏർണിങ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. What amount should be shown in the consolidated statement of financial position for ordinary share capital? സോ ഷെയർ ക്യാപിറ്റലായിട്ട് നമ്മൾ കൺസോളിഡേറ്റഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ എന്താ കാണിക്കണം എന്നുള്ള. ഡെൽറ്റ കമ്പനി പർച്ചേസ്ഡ് 60% of share capital of Gamma company on 1st January 2002. On 31st December 2007, Delta company and Gamma company had the following equity balance. സോ 2007 ഇക്വിറ്റി ബാലൻസ് വന്നിട്ടുണ്ട്, ഷെയർ ക്യാപിറ്റൽ വന്നിട്ടുണ്ട്, റീറ്റെയിൻ ഏർണിങ്സ് വന്നിട്ടുണ്ട്, രണ്ട് കമ്പനിൻ്റെ. വാട്ട് എവർ എന്തൊക്കെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിലും ഇക്വിറ്റിൻ്റെ അണ്ടറിൽ ഷെയർ ക്യാപിറ്റൽ ആയിട്ട് നമ്മൾ ആരുടെ ഷെയർ ക്യാപിറ്റൽ മാത്രമായിരിക്കും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവുക? പാരന്റ് കമ്പനീൻ്റെ മാത്രമായിരിക്കും. സോ പാരന്റ് കമ്പനീൻ്റെ ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? 500,000 ആണ്. സോ അത് മാത്രമായിരിക്കും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സബ്സിഡറി കമ്പനീൻ്റെ ഷെയർ ക്യാപിറ്റലോ ഷെയർ പ്രീമിയം ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല? കൺസോളിഡേറ്റഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. സോ ഏതായിരിക്കും ആൻസർ വരുന്നുണ്ടാവുക? ഷെയർ ക്യാപിറ്റലായിട്ട് ഈ ഒരു 500,000 ആയിരിക്കും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇനി state whether each of the following items is included or is not included within the calculation of goodwill. സോ ഗുഡ്വില്ല് കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ താഴെ പറയുന്ന കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യോ ഇല്ല എന്നുള്ളതാണ് പറയേണ്ടത്. ഓക്കെ, ഗുഡ്വിൽ കാൽക്കുലേഷൻ നമ്മൾ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക? കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ്, ഫെയർ വാല്യൂ ഓഫ് എൻസി അറ്റ് ഡേറ്റ് ഓഫ് അക്യൂസിഷൻ, പിന്നെ നെറ്റ് അസെറ്റ് ഓഫ് സബ്സിഡറി അറ്റ് ഡേറ്റ് ഓഫ് അക്യൂസിഷൻ. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക. സോ ഫെയർ വാല്യൂ ഓഫ് എൻ സി ഐ അറ്റ് ദ റിപ്പോർട്ടിംഗ് ഡേറ്റ് ഇൻക്ലൂഡ് ചെയ്യൂല. ഫെയർ വാല്യൂ ഓഫ് എൻ സി ഐ അറ്റ് ഡേറ്റ് ഓഫ് അക്യൂസിഷൻ ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഫെയർ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ഗിവൺ ടു പർച്ചേസ് ദ സബ്സിഡറി
അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ്, പാരന്റ് കമ്പനി സബ്സിഡിയറി കമ്പനിനെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര എമൗണ്ട് കൊടുത്തിട്ടുണ്ടോ അതെന്തായാലും ഗുഡ് വിൽ കാൽക്കുലേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്യണം. അതിനെയാണ് കൺസിഡറേഷൻ പെയ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഫെയർ വാല്യൂ ഓഫ് ദി നെറ്റ് അസെറ്റ് ഓഫ് ദി സബ്സിഡിയറി അറ്റ് ദ ഡേറ്റ് ഓഫ് അക്യൂസിഷൻ ഇൻക്ലൂഡ് ചെയ്യൂലേ. സബ്സിഡിയറി കമ്പനിന്റെ ഡേറ്റ് ഓഫ് അക്യൂസിഷനിലെ നെറ്റ് അസെറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്യണം. Carrying amount of net asset of the subsidiary at the date of acquisition not included. Fair value of net asset at the date of acquisition നമ്മൾ എന്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, അല്ലാതെ ക്യാരിങ് എമൗണ്ട് അല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് എമൗണ്ട് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ ഫോർ ഗുഡ് വിൽ. ഓക്കെ, സോ ഗുഡ് വില്ലിന് വേണ്ടിയിട്ട് എത്ര എമൗണ്ട് ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഓക്കെ, എങ്ങനെ നമ്മൾ ഗുഡ് വില്ല് കാൽക്കുലേഷൻ ചെയ്യാം? ഫെയർ വാല്യൂ ഓഫ് കൺസിഡറേഷൻ, ഫെയർ വാല്യൂ ഓഫ് NCI at date of acquisition. ഇതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? നെറ്റ് അസെറ്റ് ഓഫ് സബ്സിഡിയറി അറ്റ് ഡേറ്റ് ഓഫ് അക്യൂസിഷൻ. ഇത്രയും കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഗുഡ് വിൽ കിട്ടും. ഓക്കെ, സോ ഗ്രീൻ കമ്പനി purchased 800,000 ordinary shares of Red Company on 1st October 2006. So 1st October 2006 ഗ്രീൻ കമ്പനി റെഡ് കമ്പനിനെ പർച്ചേസ് ചെയ്തു. എത്ര ഷെയർസാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്? 800,000 ഷെയർസ്. ഓക്കെ, നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് 800,000 നമ്പർ ഓഫ് ഷെയർസ് ആണ് പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ, when 1st October 2006 then its retained earnings were 180,000. അതായത് സബ്സിഡിയറി കമ്പനിന്റെ ഡേറ്റ് ഓഫ് അക്യൂസിഷൻ റീറ്റെയിൻ ഏർണിങ്സ് എത്രയായിരുന്നു? ഡേറ്റ് ഓഫ് അക്യൂസിഷനിൽ സബ്സിഡിയറി കമ്പനിന്റെ റീറ്റെയിൻ ഏർണിങ്സ് എത്രയായിരുന്നു? 180,000. ഓക്കെ, ഇതെന്തിനാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്? നെറ്റ് അസെറ്റ് ഓഫ് സബ്സിഡിയറി ഡേറ്റ് ഓഫ് അക്യൂസിഷൻ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ റീറ്റെയിൻ ഏർണിങ്സ് എന്ത് ചെയ്യണം? നമ്മൾ ആഡ് ചെയ്യണം. ഇനി ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഈച്ച് ഷെയർ ഓഫ് റെഡ് കമ്പനി അറ്റ് അക്യൂസിഷൻ വാസ് 5.6. അപ്പൊ നമ്മൾ 800,000 ഷെയർസ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഓരോ ഷെയറും നമ്മൾ എത്ര കൊടുത്തിട്ടുണ്ടാവും? 5.6 കൊടുത്തിട്ടുണ്ടാവും. സോ ടോട്ടൽ 800,000 ഷെയർസ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ എത്ര എമൗണ്ട് കൊടുത്തിട്ടുണ്ടാവും? 800,000 ഇൻറ്റു 5.6 448,000. ഓക്കെ, then on 30 September 2009 Red Company had the following equity. So subsidiary company equity details തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നെറ്റ് അസെറ്റ് ഓഫ് സബ്സിഡിയറി ഡേറ്റ് ഓഫ് അക്യൂസിഷനും അതേപോലെ NCന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നെറ്റ് അസെറ്റ് ഓഫ് സബ്സിഡിയറി ഡേറ്റ് ഓഫ് അക്യൂസിഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ സിമ്പിൾ ആണ്. ഷെയർ ക്യാപിറ്റലും റീറ്റെയിൻ ഏർണിങ്സും ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? സബ്സിഡിയറി കമ്പനിന്റെ 500,000 ആണ്. ഓക്കെ, സോ ഇതും ഡേറ്റ് ഓഫ് അക്യൂസിഷനിൽ റീറ്റെയിൻ ഏർണിങ്സും ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് അസെറ്റ് ഓഫ് സബ്സിഡിയറി ഡേറ്റ് ഓഫ് അക്യൂസിഷൻ കിട്ടും. $680,000. ഓക്കെ, 680,000 നമ്മൾ മൈനസ് ചെയ്യും. ഇനി ഫെയർ വാല്യൂ ഓഫ് NCI നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? അതും സിമ്പിൾ ആണ്. ടോട്ടൽ സബ്സിഡിയറി കമ്പനിക്ക് 1 million ഷെയർസ് ഉള്ളത്. ടോട്ടൽ സബ്സിഡിയറി കമ്പനിക്ക് എത്ര ഉള്ളത്? 1 million ഷെയർസ് ഉള്ളത്. അതിൽ 800,000 80% നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാക്കി വരുന്ന 200,000 ഷെയർസ് ആയിരിക്കും ആര് ഹോൾഡ് ചെയ്യുന്നുണ്ടാവുക? NCI അല്ലെങ്കിൽ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ബാക്കി എത്ര ആയിരിക്കും? 200,000 ആയിരിക്കും. സോ ആ 200,000 പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഓരോ ഷെയറിന് എത്ര കൊടുക്കണം? 5.6 കൊടുക്കണം. അവരുടെ സബ്സിഡിയറി കമ്പനിന്റെ ഷെയറിന്റെ മാർക്കറ്റ് വാല്യൂ കൊടുക്കണം. ഓക്കെ, അപ്പോൾ എത്ര ആയിരിക്കും NCന്റെ വാല്യൂ വരുന്നുണ്ടാവുക? ടോട്ടൽ 1 million ഉള്ളത്. അതിൽ 800,000 നമ്മൾ പർച്ചേസ് ചെയ്തു. ബാക്കി 200,000 ആയിരിക്കും NCI ഓൺ ചെയ്യുന്നുണ്ടാവുക ഇൻറ്റു 5.6. എത്ര വരിക?
112. ഓക്കെ, സോ എത്ര ആയിരിക്കും ഗുഡ് വില്ലിന്റെ എമൗണ്ട് വരുന്നുണ്ടാവുക? 4.92 million. സോ ഏത് ആൻസർ വരിക? ഡി ആയിരിക്കും ആൻസർ വരുന്നത്. ഓക്കെ, സോ ഈ ഫോർമാറ്റ് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഓരോ എമൗണ്ട്സ് എങ്ങനെ കാൽക്കുലേഷൻ എന്നുള്ളത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ മസ്റ്റ് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഫെയർ വാല്യൂ ഓഫ് NCA, ഡേറ്റ് ഓഫ് അക്യൂസിഷൻ എങ്ങനെ കണ്ടുപിടിക്കുക, ഡേറ്റ് ഓഫ് റിപ്പോർട്ടിംഗിൽ എങ്ങനെ കണ്ടുപിടിക്കുക, അതേപോലെ ക്യാഷ് പെയ്ഡ് ആണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കുക, ഷെയർ എക്സ്ചേഞ്ച് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കണ്ടുപിടിക്കുക, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ അതൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടായിരിക്കണം കേട്ടോ. ഇനി അടുത്ത് നോക്കാം. State whether each of the following statements concerning fair value adjustments for land and building is true or false. Fair value adjustment for land and building will affect the goodwill. True ആണ്. സബ്സിഡിയറി കമ്പനീൻ്റെ എല്ലാ അസറ്റ്സിനെയും ഫെയർ വാല്യൂലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഡേറ്റ് ഓഫ് അക്യൂസിഷനിൽ. അങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന ടൈമിൽ നെറ്റ് അസെറ്റ് ഓഫ് സബ്സിഡിയറി എന്താവും? ഇൻക്രീസ് ആവും. ആ നെറ്റ് അസെറ്റ് ഓഫ് സബ്സിഡിയറി ഡേറ്റ് ഓഫ് അക്യൂസിഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് കാൽക്കുലേഷൻ ചെയ്യുന്നത്? ഗുഡ് വില്ല് കാൽക്കുലേഷൻ ചെയ്യുന്നത്. ഓക്കെ, ഫെയർ വാല്യൂ ഇൻക്രീസ് ആകുമ്പോൾ വർക്കിംഗ് നോട്ട് 2 ഡേറ്റ് ഓഫ് അക്യൂസിഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ റിഫ്ലക്ട് ചെയ്യണം. ഈ എമൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ എന്ത് കാൽക്കുലേഷൻ ചെയ്യുന്നത്? ഗുഡ് വില്ല് കാൽക്കുലേഷൻ ചെയ്യുന്നത്. സോ അസറ്റിനെ അല്ലെങ്കിൽ ലാൻഡിനെ നമ്മൾ ഫെയർ വാല്യൂലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് എവിടെ റിഫ്ലക്ട് ആവും? ഗുഡ് വില്ലിൽ റിഫ്ലക്ട് ആവും. ഓക്കെ, സോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. ഇനി അടുത്തത്. ഓക്കെ, എ സബ്സിഡിയറീസ് tangible non-current asset are included at carrying amount in the consolidated statement of financial position. അത് ഫാൾസ് ആണ്. എപ്പോഴും കൺസോളിഡേറ്റഡ് ഫൈനാൻഷ്യൽ പൊസിഷനിൽ സബ്സിഡിയറി കമ്പനീൻ്റെ എല്ലാ അസറ്റ്സും ലയബിലിറ്റീസിനും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഫെയർ വാല്യൂലാണ്, അല്ലാതെ ക്യാരിങ് എമൗണ്ടിലല്ല. സോ നമ്മൾ ഡേറ്റ് ഓഫ് അക്യൂസിഷൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത് എമൗണ്ടിലായിരിക്കും? ഫെയർ വാല്യൂലായിരിക്കും. സോ ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഫാൾസ് ആണ്. ഓക്കെ, ഇനി അടുത്തത്. Which two statements reflect how this liability will be treated in the consolidated? Okay, Topaz Company owns 80% of Azure Company. At the year end, Topaz Company owes Azure Company 480. So ഇതെന്താ? ഇൻട്രാ-ഗ്രൂപ്പ് ട്രാൻസാക്ഷൻ. ഇൻട്രാ-ഗ്രൂപ്പ് റിസീവബിൾസ് ആൻഡ് പേബിൾസ് ആണ്. ഒരു പാരന്റ് കമ്പനി സബ്സിഡി കമ്പനിക്കോ ഒരു സബ്സിഡി കമ്പനി പാരന്റ് കമ്പനിക്ക് എന്തെങ്കിലും എമൗണ്ട് കൊടുക്കാനുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്യണം, എലിമിനേറ്റ് ചെയ്യണം. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാ. സോ എന്തായിരിക്കും ഇതിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് വരുന്നത്? ഓക്കെ, ആൻസേഴ്സ് വായിച്ചിട്ട് പറ. All payables will be added together with no adjustment for the debt that Topaz Company owes Azure Company. അങ്ങനെയാണോ? അല്ല. ഇൻട്രാ ഗ്രൂപ്പ് ട്രാൻസാക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്തായാലും നമ്മൾ എന്ത് ചെയ്യണം? എലിമിനേറ്റ് ചെയ്യണം. സോ എ അല്ല ആൻസർ വരുന്നത്. ഓക്കെ, ഇനി ബി. Payables will be added together removing the debt that Topaz Company owes to Azure Company. അത് കറക്റ്റ് അല്ലേ? നമ്മൾ ഡെപ്റ്റിൽ നിന്ന് എന്ത് ചെയ്യണം? ആ 480 എന്തായാലും ക്യാൻസൽ ചെയ്യണം. ഓക്കെ, എന്തായാലും ഒരു കമ്പനി ട്രേഡ് റിസീവബിൾ ആയിട്ട് 480 മറ്റേ കമ്പനി ട്രേഡ് പേബിൾസ് ആയിട്ട് 480 നമ്മൾ കാണിച്ചിട്ടുണ്ടാവും. സോ ഈ ഡെപ്റ്റിൽ നിന്ന് പേബിൾസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ആ 480 എന്തായാലും ക്യാൻസൽ ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. ബി കറക്റ്റ് ആണ്. ഇനി സി നോക്കാം. Receivables and payables will both be adjusted by debiting receivables 480 and crediting payables 480. അത് ഇൻകറക്റ്റാ. നമ്മൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്? ഓൾറെഡി അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഡെബിറ്റ് ട്രേഡ് റിസീവബിൾസ് 480, ക്രെഡിറ്റ് പേബിൾസ് 480. ഇതിനെ നമ്മൾ എലിമിനേറ്റ് ആണ് ചെയ്യുന്നത്, ക്യാൻസൽ ആണ് ചെയ്യുന്നത്. ക്യാൻസൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും വരിക? ക്രെഡിറ്റ് ഡെബിറ്റ് ട്രേഡ് പേബിൾസ് ക്രെഡിറ്റ് ട്രേഡ് റിസീവബിൾസ് 480. നേരെ തിരിച്ചായിരിക്കും വരുന്നത്. പക്ഷെ ഇവർ പറയുന്നത് എന്താ? ഇങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ള. ഇങ്ങനെയല്ല അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഇത് ഇൻക്ലൂഡ് ചെയ്യുമ്പോഴാണ് ഈ എൻട്രി വരുന്നത്. നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു എൻട്രി സെക്കൻഡ് എൻട്രി ആയിരിക്കും എന്ത് വരുന്നുണ്ടാവുക? ഡെബിറ്റിൽ ട്രേഡ് പേബിൾസും ക്രെഡിറ്റിൽ ട്രേഡ് റിസീവബിൾസ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, ഇനി intra-group balances must be removed from both Topaz Company and Azure Company. That is also correct. Intra-group transaction നമ്മൾ എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്യണം. ഓക്കെ,
So B and D will be answer. Okay. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. State whether each of the following statements describing the adjustments that will be necessary with respect to the intra-group trading is true or false. So intra-group transaction relate ചെയ്ത് നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അത് ട്രൂ ആണ് ഫാൾസ് എന്നുള്ളത് നമ്മൾ പറയണം. ഓക്കെ. സ്റ്റേറ്റ് വെദർ ഈച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഡിസ്ക്രൈബിംഗ് ദ അഡ്ജസ്റ്റ്മെന്റ്സ് ദാറ്റ് വിൽ ബി നെസസറി വിത്ത് റെസ്പെക്ട് ടു ദ intra-group trading is true or false. സോ നോക്കാം ക്വസ്റ്റ്യൻ എന്താ പറയുക നോക്കാം. സിൽവർ കമ്പനി is the 60% subsidiary of gold company. സിൽവർ കമ്പനിയാണ് സബ്സിഡിയറി കമ്പനി, ഗോൾഡ് കമ്പനിയാണ് ആര് പാരന്റ് കമ്പനി എന്ന് പറയുന്നത്. സിൽവർ കമ്പനി ഈസ് ദ 60% സബ്സിഡിയറി ഓഫ് ഗോൾഡ് കമ്പനി ആൻഡ് ഓൾസോ ട്രേഡ്സ് വിത്ത് ഗോൾഡ് കമ്പനി. സോ സിൽവർ കമ്പനി സബ്സിഡിയറി കമ്പനിയും ഗോൾഡ് കമ്പനി പാരന്റ് കമ്പനിയാണ്. ഇവർ രണ്ടും തമ്മിൽ എന്ത് നടക്കുന്നുണ്ട്? ട്രേഡിംഗ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്. സോ ഒബ്വിയസ്ലി അവിടെ എന്തുണ്ടാവും? ഇൻട്രാ ഗ്രൂപ്പ് ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. At the year end, some of the inventory held by gold company was purchased from silver company. Okay. So here, in this question, gold company ആരാണ്? പാരന്റ് കമ്പനിയാണ്. സിൽവർ കമ്പനി ആരാണ്? സബ്സിഡിയറി കമ്പനിയാണ്. ഇവർ തമ്മിൽ എന്ത് നടക്കുന്നുണ്ട്? ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്. ഇനി ലാസ്റ്റ് എന്താ പറയുന്നത്? സിൽവർ കമ്പനി ഗോൾഡ് കമ്പനിക്ക് ഗുഡ്സ് സെയിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ ഗോൾഡ് കമ്പനീൻ്റെ ഇൻവെന്ററിയിൽ ഈ ഒരു ബാലൻസ് എത്രയാണോ സെയിൽ ചെയ്തിട്ടുള്ളത് ആ ഇൻവെന്ററി എവിടെ ഉണ്ടാവും? ഗോൾഡ് കമ്പനീൻ്റെ ഇൻവെന്ററിയിൽ ഉണ്ടാവും. ഇനി നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. All of the profit made by silver company during the year must be removed from the year end inventory balance. ഇൻട്രാ ഗ്രൂപ്പ് സെയിൽസ് അല്ലെങ്കിൽ പർച്ചേസ് നടക്കുന്ന ടൈമിൽ നമ്മൾ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലാതെ അവിടെ വരുന്ന എല്ലാ പ്രോഫിറ്റും നമ്മൾ എന്ത് ചെയ്യണ്ട? ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യമില്ല. എത്രയാണോ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് വരുന്നത്, അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എന്ന് നമുക്ക് ഓൾറെഡി അറിയുന്ന ഞാൻ വിചാരിക്കുന്നു. ഓക്കെ. സോ എത്രയാണോ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് വരുന്നത് അത് മാത്രമായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ക്യാൻസൽ ചെയ്യുന്നത്. അല്ലാതെ എല്ലാ പ്രോഫിറ്റും എന്ത് ചെയ്യണ്ട? ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫാൾസ്. അഡ്ജസ്റ്റ്മെന്റ് മസ്റ്റ് ബി മെയ്ഡ് ടു ബോത്ത് കൺസോളിഡേറ്റഡ് റീറ്റെയിൻ ഏർണിംഗ്സ് ആൻഡ് നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് ടു റിഫ്ലക്ട് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ്. അത് കറക്റ്റ് അല്ലേ? നമ്മൾ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് കുറക്കുകയാണെങ്കിൽ, സബ്സിഡിയറി കമ്പനിയാണ് സെല്ലർ എന്നുണ്ടെങ്കിൽ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് നമ്മൾ ഇവിടുന്ന് ക്യാൻസൽ ചെയ്യണം. വർക്കിംഗ് നോട്ട് 5 എന്നും വർക്കിംഗ് നോട്ട് 4 എന്നും ക്യാൻസൽ ചെയ്യുന്ന പറയുന്നുണ്ട് അല്ലേ? ഇഫ് സബ്സിഡിയറി കമ്പനി സെല്ലർ, സബ്സിഡിയറി കമ്പനിയാണ് സെല്ലർ എന്നുണ്ടെങ്കിൽ വർക്കിംഗ് നോട്ട് 5 ഗ്രൂപ്പ് റീറ്റെയിൻ ഏർണിംഗ്സ് എന്നും വർക്കിംഗ് നോട്ട് 4 NCA നമ്മൾ എന്ത് ചെയ്യണം? ഇത് അഡ്ജസ്റ്റ് ചെയ്യണം നമ്മൾ പറയാറുണ്ട്. ഓക്കെ. സോ ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ അങ്ങനെയാണെങ്കിൽ ഇത് എന്താണ്? ട്രൂ ആണ്. ഓക്കെ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ദിസ് ചാപ്റ്റർ. വാട്ട് എമൗണ്ട് ഷുഡ് ബി ഷോൺ ഫോർ കൺസോളിഡേറ്റഡ് റീറ്റെയിൻ ഏർണിംഗ്സ് ഓൺ 31st December 2004? ഓക്കെ. Indigo company purchased 80% of ordinary share capital of Purple company on 1st May 2004. Okay. 1st May 2004 പർപ്പിൾ കമ്പനി ആരെ പർച്ചേസ് ചെയ്യുന്നത്? സോറി, ഇൻഡിഗോ കമ്പനി ആരെ പർച്ചേസ് ചെയ്യുന്നത്? പർപ്പിൾ കമ്പനിനെ പർച്ചേസ് ചെയ്യുന്നത്. ഇൻഡിഗോ ആണ് പാരന്റ്, പർപ്പിൾ കമ്പനിയാണ് സബ്സിഡിയറി. 80% പർച്ചേസ് ചെയ്യുന്നത് 1st May 2004 പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ. Indigo had a retained earnings of 6.5 million on 31st December 2004. So parent കമ്പനീൻ്റെ 100% retained earnings എന്ന് പറയുന്നത് എത്രയാണ്? 6.5 million ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഷെയർ ഓഫ് PR ആഡ് ചെയ്യണം. ഓക്കെ. സോ അതിനു വേണ്ടി തന്നിട്ടുള്ളത് എങ്ങനെ ഷെയർ ഓഫ് PR നമ്മൾ കണ്ടുപിടിക്കാം? വർക്കിംഗ് നോട്ട് 2 നെറ്റ് അസറ്റ് ഓഫ് സബ്സിഡി എടുക്കണം, ഡേറ്റ് ഓഫ് അക്വിസിഷനും ഡേറ്റ് ഓഫ് റിപ്പോർട്ടിംഗ് എടുക്കണം. ഓക്കെ. സോ ഡേറ്റ് ഓഫ് റിപ്പോർട്ടിംഗിലെ ഷെയർ ക്യാപിറ്റൽ എത്ര ആയിരുന്നു? 800,000 ആയിരുന്നു. റീറ്റെയിൻ ഏർണിങ്സ് എത്ര ആയിരുന്നു? 320,000 ആയിരുന്നു. 3.2 million. ഓക്കെ. ഡേറ്റ് ഓഫ് റിപ്പോർട്ടിംഗിലെ ഷെയർ ക്യാപിറ്റൽ
800,000. Then retained earnings 3.2 million. Okay. ഇനി ഡേറ്റ് ഓഫ് അക്യൂസിഷനിലെ ബാലൻസ് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത് കണ്ടുപിടിക്കണം. ഡേറ്റ് ഓഫ് റിപ്പോർട്ടിംഗിലെയും ഡേറ്റ് ഓഫ് അക്യൂസിഷനിലെയും ഷെയർ ക്യാപിറ്റൽ എന്തായാലും സെയിം ആയിരിക്കും. ഓക്കെ. ഓപ്പണിംഗ് ബാലൻസ്, അതായത് ഡേറ്റ് ഓഫ് ഓപ്പണിംഗിൽ എന്ത് തന്നിട്ടുണ്ട്? റീറ്റേൺ ഏർണിങ്സ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 31 December 2003 റീറ്റേൺ ഏർണിങ്സ് എത്രയായിരുന്നു? 2600 or 2.6 million. ഓക്കെ. സോ ഈ വർഷം തുടങ്ങുന്ന ടൈമിൽ 2.6 million ആണ് റീറ്റേൺ ഏർണിങ്സ്. ക്ലോസിംഗ് ആയപ്പോൾ എത്ര ആയിട്ടുണ്ട്? 3.2 million ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ വർഷം ഫുള്ള് ടോട്ടൽ ആയിട്ട് കമ്പനി എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാകും? സബ്സിഡി കമ്പനി 3.2 million minus 2.6 million എത്ര ആയിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക? 600,000 ആയിരിക്കും ഈ വർഷം ടോട്ടൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അതിൽ നമ്മൾ അക്വിസിഷൻ ചെയ്യുന്നപ്പോഴാണ്? മെയ്യിലാണ്. സോ ഇത്ര മാസം കഴിഞ്ഞിട്ട് ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, 4 മാസം കഴിഞ്ഞിട്ട് പർച്ചേസ് ചെയ്യുന്നത്. സോ ഓപ്പണിംഗ് റീറ്റേൺ ഏർണിങ്സിന്റെ കൂടെ 4 മാസത്തെ പ്രോഫിറ്റ് ആഡ് ചെയ്ത് തന്നെ നമുക്ക് എന്ത് കിട്ടും? ഡേറ്റ് ഓഫ് അക്വിസിഷനിലെ റീറ്റേൺ ഏർണിങ്സ് കിട്ടും. ഓക്കെ. 600,000 into 4/12 എത്ര വരിക? 200,000. സോ പ്ലസ് 200,000 ഇതായിരിക്കും ഡേറ്റ് ഓഫ് അക്വിസിഷനിലെ റീറ്റേൺ ഏർണിങ്സ് വരുന്നത്. ഓക്കെ. 2.8 million. ഓക്കെ. സോ ഡേറ്റ് ഓഫ് അക്വിസിഷൻ നെറ്റ് അസറ്റ് നമുക്ക് കിട്ടി. ടോട്ടൽ എത്രയാണ്? 800,000 പ്ലസ് 3.6 million. ഡേറ്റ് ഓഫ് റിപ്പോർട്ടിംഗിൽ എത്ര ആയിരിക്കും വരുന്നത്? ഓക്കെ. സോ ഡേറ്റ് ഓഫ് അക്വിസിഷനിലെ റിട്ടേൺ ഏർണിങ്സും കിട്ടി, ഡേറ്റ് ഓഫ് റിപ്പോർട്ടിംഗിലെ റിട്ടേൺ ഏർണിങ്സും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? നെറ്റ് അസറ്റ് ഡേറ്റ് ഓഫ് അക്വിസിഷൻ 3.6 million. ഡേറ്റ് ഓഫ് റിപ്പോർട്ടിംഗിൽ എത്ര വരിക? 800,000 പ്ലസ് 3.2 million. $4 million വരും. ഓക്കെ. സോ എത്ര ഡിഫറൻസ് വരുന്നത്? 400,000 ആണ് PAR വരുന്നത്. ഈ PAR ഫുള്ള് നമ്മൾ കൊടുക്കുമോ? ഇല്ല. എത്രയാണോ പാരന്റ് ഷെയർ വരുന്നത് അത് മാത്രമായിരിക്കും പാരന്റ് പോകുന്നുണ്ടാവും. സോ പാരന്റ് ഷെയർ എത്ര വരുന്നത്? 80%. ഓക്കെ. സോ ഓൾറെഡി ഉണ്ടായിരുന്ന 6.5 million. പാരന്റ് ഷെയർ ഓഫ് PAR എത്ര വരിക? 400,000 ഇൻറ്റു 80%. 320,000. ഓക്കെ. സോ ടോട്ടൽ എത്ര വരും? 682,000 ആയിരിക്കും ആർക്ക് പോകുന്നുണ്ടാവുക? ഗ്രൂപ്പ് റീറ്റേൺ ഏർണിങ്സ് ആയിട്ട് നമ്മൾ കൺസോളിഡേറ്റഡ് SOFPയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവുക. പാരന്റ് കമ്പനിന്റെ 100%, അതേപോലെ സബ്സിഡറി കമ്പനി എത്രയാണോ അക്യൂസിന് ശേഷം പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് ആ പ്രോഫിറ്റിൽ പാരന്റ് കമ്പനി എത്ര പെർസെന്റേജ് ആണ് ഓൺ ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യണം? ഷെയർ ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ. ഓക്കെ.
So answer will be 682,000. $6.82 million ആണ്. Okay, so we're done with this chapter also. The last chapter, interpretation of financial statements. Okay, so first question നോക്കാം. Ali, which two of the following areas of Mudassir's financial statements should Ali consider before lending to Mudassir? So Ali എന്ത് ചെയ്യുന്നുണ്ട്, എമൗണ്ട് ലോൺ കൊടുക്കുന്നുണ്ട്. ലോൺ കൊടുക്കുന്ന ടൈമിൽ അലി എന്തൊക്കെ കാര്യങ്ങളാണ് കൺസിഡർ ചെയ്യുന്നത്? Ali has been asked to make a loan of 30,000 to Mudassir's business. Ali has the money and is keen to earn more interest and his cash than he currently does. So അലി ലോൺ കൊടുക്കാൻ തയ്യാറാണ്. ഇപ്പം അലി എത്രയാണോ ഇൻട്രസ്റ്റ് ഏൺ ചെയ്യുന്നത് അതിനേക്കാളും കൂടുതൽ ഏൺ ചെയ്യാൻ എന്ത് ചെയ്യുന്നുണ്ട്, അലി താല്പര്യപ്പെടുന്നുണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അലി ലോൺ കൊടുക്കുന്ന ടൈമിൽ ഓപ്പോസിറ്റ് പാർട്ടിന്റെ എന്തൊക്കെ ഫിഗേഴ്സിലായിരിക്കും അലി നോക്കേണ്ടി വരിക? എമൗണ്ട് ഓഫ് എക്സിസ്റ്റിംഗ് ഡെപ്റ്റ് അതെന്തായാലും നോക്കേണ്ടി വരും. ഓൾറെഡി മുഡസ്സിർ കമ്പനിക്ക് എത്ര ലോൺ ഉണ്ടോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അലി കൊടുക്കുന്ന ഫിഗർ എന്ന് പറയുന്നത്. ഓക്കെ, ക്യാപിറ്റൽ നോക്കേണ്ട ആവശ്യമില്ല, ഗ്രോസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് നോക്കേണ്ട ആവശ്യമില്ല, നെറ്റ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് നോക്കണം. കാരണം അലിക്ക് എല്ലാ വർഷവും ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ള കഴിവ് മുഡസ്സിർ കമ്പനിക്ക് ഉണ്ടോയെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് നോക്കണം? നെറ്റ് പ്രോഫിറ്റ് ആയിരിക്കും നോക്കേണ്ടത്, അല്ലാതെ എന്തല്ല, ഗ്രോസ് പ്രോഫിറ്റ് അല്ല. ഓക്കെ, നെറ്റ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താ? ഇൻട്രസ്റ്റ് കവർ ചെയ്യാനുള്ള പ്രോഫിറ്റ് ഉണ്ട്. ഓക്കെ, സോ എ ആൻഡ് ഡി വിൽ ബി ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് റാഷിദസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിനെ കണ്ടുപിടിക്കേണ്ടത്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ കണ്ടുപിടിക്കാനുള്ള റേഷ്യോ എന്താ, ഇക്വേഷൻ എന്തായിരുന്നു? PBIT divided by sales into 100. ഇതല്ലേ റേഷ്യോ? സോ PBIT എത്ര? 6,100 ആണ് PBIT വരുന്നത്. സെയിൽസ് എത്ര? 18,400 into 100. ഇപ്പൊ എത്ര പെർസെൻറ്റേജ് ആയിരിക്കും വരുന്നുണ്ടാവുക? 33%. സോ ഏത് ആൻസർ വരിക? ബി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. State whether each of the following statements concerning accounting ratio is true or false. First one, accounting ratio are most useful when each calculation is analyzed separately. Is that true? ഇപ്പം ഈ ഒരു എക്സാമ്പിളിന് എടുക്കാം. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ഇത് നമ്മൾ വേറെ റേഷ്യോസുമായിട്ട് കമ്പാരിസൺ ചെയ്യുന്നില്ല, പാസ്റ്റ് ഇയർ ആയിട്ട് കമ്പാരിസൺ ചെയ്യുന്നില്ല. ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച കാൽക്കുലേഷൻ മാത്രം അനലൈസ് ചെയ്യുമ്പോൾ ഈ ഒരു ഡാറ്റ വെച്ചിട്ട് നിങ്ങൾക്ക് ഇൻഫോർമേഷൻ കിട്ടുന്നുണ്ടോ? 33% ആണ് പ്രോഫിറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫോർമേഷൻ അഡീഷണൽ കിട്ടുന്നുണ്ടോ? അത് നേരെ മറിച്ച് ഈ ഒരു ഡാറ്റ ലാസ്റ്റ് ഇയറുമായിട്ട് കമ്പയർ ചെയ്യണം. 2001 20% ഉണ്ടായിരുന്നു, 2003 33% ആണ്. അപ്പോഴല്ലേ നമുക്ക് കുറച്ചുകൂടി കമ്പാരിറ്റീവ്ലി ഇൻഫോർമേഷൻ കിട്ടുന്നത്. സോ ഒരു റേഷ്യോയിൽ നമുക്ക് മോസ്റ്റ് ഇൻഫോർമേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് ബഡ്ജറ്റ് ആയിട്ടോ ഇൻഡസ്ട്രി ആവറേജ് ആയിട്ടോ അല്ലെങ്കിൽ ലാസ്റ്റ് ഇയറിലെ പെർഫോമൻസ് ആയിട്ട് എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ കമ്പാരിസൺ ചെയ്യേണ്ടി വരും. അല്ലാതെ ഈ റേഷ്യോ സെപ്പറേറ്റ്ലി അനലൈസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടില്ല? ഇൻഫോർമേഷൻസ് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, സോ ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഫാൾസ് ആണ്. റേഷ്യോ വെച്ച് നമുക്ക് ഇൻഫോർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബഡ്ജറ്റ് ആയിട്ട് അല്ലെങ്കിൽ പാസ്റ്റ് ഇയറിലെ ഇൻഫോർമേഷൻ ആയിട്ട് കമ്പാരിസൺ ചെയ്യേണ്ടി വരും. ദെൻ lenders are most concerned with gearing and liquidity ratios. അത് ട്രൂ അല്ലേ? ലെൻഡേഴ്സ് പറഞ്ഞാൽ ആരാ? നമുക്ക് പൈസ കടം തരുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെന്താ നോക്കുക? നമ്മുടെ കമ്പനീൻ്റെ ക്യാഷ് ബാലൻസും ലിക്വിഡിറ്റി റേഷ്യോസ് ഒക്കെ ആയിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇനി investors can use ratios to compare business to assess their relative profitability and stability. അവൻ കറക്റ്റ് അല്ലേ? Investors can use ratios to compare business to
ടു കമ്പയർ ബിസിനസ്സസ് ടു അസസ് ദെയർ റിലേറ്റീവ് പ്രോഫിറ്റബിലിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി. വേറെയുള്ള കമ്പനീസിന്റെ പ്രോഫിറ്റും നമ്മുടെ കമ്പനീസിന്റെ പ്രോഫിറ്റ് എത്രത്തോളം ഉണ്ട്, എത്രത്തോളം ഡിഫറൻസ് ഉണ്ടെന്നൊക്കെ അനലൈസ് ചെയ്യാണ്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? റേഷ്യോസ് യൂസ് ചെയ്യാൻ പറ്റൂലേ? അത് കറക്റ്റ് ആണ്. റേഷ്യോസ് നമ്മൾ അതിന് വേണ്ടിയിട്ട് തന്നെ യൂസ് ചെയ്യുന്നത് ഫോർ കമ്പാരിസൺ. ഇനി മാനേജ്മെന്റ് ടെൻഡ് ടു യൂസ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ഓൺലി. മാനേജ്മെന്റ് കൂടുതൽ ഫോക്കസ് ചെയ്യുക പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് മാത്രമാണ്. ഇസ് ദാറ്റ് ട്രൂ? മാനേജ്മെന്റ് പറഞ്ഞാൽ എന്താ? ഒരു കമ്പനീന്റെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്ന, എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് എല്ലാ പാർട്ടിലും എല്ലാ റേഷ്യോസിന്റെ ഇൻഫോർമേഷൻ വേണ്ടി വരും, അല്ലാതെ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് മാത്രമല്ല. സോ ദാറ്റ് ഈസ് false. Okay. ഇനി അടുത്ത് നോക്കാം. ഷാൻ ഹാസ് trade receivable balance of 14,300 and a quarterly sales figure of 30,000. What is Chan's receivables day ratio to the nearest day? നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? receivables days കണ്ടുപിടിക്കേണ്ടത്. receivable days കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? trade receivables divided by sales into 365. ഈ സെയിൽസിനെ നമ്മൾ ഏതിലേക്ക് കൺവേർട്ട് ചെയ്യണം? ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഒരു ക്വാർട്ടറിലെ സെയിൽസ് മാത്രമാണ്. ഒരു ക്വാർട്ടറിൽ എത്ര മാത്രം എത്തുന്നത്? 30,000 മാത്രം സെയിൽസ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ആനുവൽ സെയിൽസ് എത്ര ആയിരിക്കും? ക്വാർട്ടർലി സെയിൽസ് 30,000 ആണ്. അപ്പൊ ആനുവൽ സെയിൽസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? 30,000 ഇൻറ്റു 4/1 ചെയ്താൽ മതി. ഓക്കെ, എത്ര വരുന്നത്? 152,000. ഓക്കെ, സോ ക്വാർട്ടർലി ആണ് സെയിൽസ് നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ആനുവലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത്. എപ്പോഴും ആനുവലിലാണ് നമ്മൾ റേഷ്യോസ് എന്ത് ചെയ്യുന്നത്? കണ്ടുപിടിക്കുന്നത്. സോ ട്രേഡ് റെസീവബിൾസ് എത്ര ആയിരുന്നു? 14,300. 14,300 ഡിവൈഡ് ബൈ 152,000 ഇൻറ്റു 365. $34 days കിട്ടും. എത്ര ഡേയ്സ് ആണ്? 34 days. സോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് വഹീസ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്? റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ROC കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താ? PBIT ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു 100. ക്യാപിറ്റൽ എംപ്ലോയിഡ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഒന്നല്ലെങ്കിൽ ഇക്വിറ്റി പ്ലസ് നോൺ കറന്റ് ലയബിലിറ്റി, അല്ലെങ്കിലോ ടോട്ടൽ അസറ്റ് മൈനസ് കറന്റ് ലയബിലിറ്റി. എങ്ങനെ വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ? സോ PBIT ക്വസ്റ്റ്യൻ തന്നിട്ടില്ലേ? എത്ര പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്? 38,000. 30,000 ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇക്വിറ്റി പ്ലസ് നോൺ കറന്റ് ലയബിലിറ്റി നോക്കാം. ഇക്വിറ്റി എത്ര? 50,000. 15,000 ലോങ് ടേം ലയബിലിറ്റി. ഓക്കെ, സോ 50,000 പ്ലസ് 15,000 എത്ര വരിക? 65,000 ഇൻറ്റു 100 എത്ര വരിക? 38,000 ഡിവൈഡ് ബൈ 65,000 into 100. 58%. Okay, 58%. So the answer is C will be the answer. Okay. Near the question, state whether each of the following statements about Shakir's operating cycle can be true or false. Operating cycle or working capital cycle. നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ ഇൻവെന്ററി ഡേയ്സ് പ്ലസ് ട്രേഡ് റിസീവബിൾ ഡേയ്സ് മൈനസ് പേയബിൾ ഡേയ്സ്. ഇങ്ങനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ Shakir has calculated the operating cycle of his business at the end of each of the last 3 months. ജൂലൈയിൽ 45 days ആയിരുന്നു, ഓഗസ്റ്റിൽ 62 days ആയിരുന്നു, സെപ്റ്റംബറിൽ എത്ര? 72 days ആണ്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ കൂടി വരികയാണ്. ഫസ്റ്റ് എന്താ പറയുന്നത്? ദ ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഈസ് ലെങ്തനിങ് ബിക്കോസ് ഷാക്കിർ ബോട്ട് എ ബൾക്ക് ലോഡ് ഓഫ് ഇൻവെന്ററി അറ്റ് എ ഡിസ്കൗണ്ട്. സോ ഇവർ പറയുന്നത് ഇൻവെന്ററി കൂടുകയാണെന്നുണ്ടെങ്കിൽ
ഓട്ടോമാറ്റിക്കലി എന്ത് കൂടുന്നുള്ളതാണ് പറയുന്നത്? വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ ലെങ്തനിങ് ആവും കൂടുന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇൻവെന്ററി കൂടിയത് കാരണമാണ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ കൂടിയുള്ളത്. സോ ഇത് കറക്റ്റ് ആണോ? മാത്തമാറ്റിക്കലി നോക്കുന്ന ടൈമിൽ ഇൻവെന്ററി കൂടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് കൂടും? ഇൻവെന്ററി ഡേയ്സ് കൂടും. ഇൻവെന്ററി ഡേയ്സ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് കൂടും? വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിളും കൂടും അല്ലേ? ഓക്കെ, ഇപ്പോൾ 50 + 10 - 5 ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇത് കൂട്ടിയിട്ട് 60 + 10 - 5 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഫിഗേഴ്സിൽ എന്തുണ്ടാവും? ഡിഫറൻസ് ഉണ്ടാവും. എന്തായാലും കൂടിയ എമൗണ്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവും. സോ ഇൻവെന്ററി ഡേയ്സ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് കൂടും? വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ കൂടും. സോ ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ട്രൂ ആണ്. ഇനി അടുത്തത്, ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഈസ് ലെങ്തനിങ് ബിക്കോസ് ഷാക്കിർ ഹാസ് നെഗോഷിയേറ്റഡ് ബെറ്റർ ടേംസ് വിത്ത് ഹിസ് സപ്ലയർ ദാറ്റ് നൗ ലെറ്റ് ഹിം ടേക്ക് ആൻ എക്സ്ട്രാ 21 days ക്രെഡിറ്റ്. സോ അടുത്തത് പറയുന്നത് പേബിൾ ഡേയ്സ് കൂടുകയാണെന്നുണ്ടെങ്കിലും, പേബിൾ ഡേയ്സ് കാരണം നമ്മൾ മൈനസ് ചെയ്യുന്ന ഫിഗർ ഇക്വേഷനിൽ അത് കൂടുകയാണെന്നുണ്ടെങ്കിലും വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ കൂടുന്ന പറയുന്നത്. അത് ഇൻകറക്റ്റ് ആണ്. പേബിൾ ഡേയ്സ് കൂടുകയാണെന്നുണ്ടെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എന്താവുക? കുറേ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ ഈ സെന്റൻസ് കറക്റ്റ് ആണ്. പേബിൾ ഡേയ്സ് കൂടുകയാണെന്നുണ്ടെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക? കുറേ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. സോ ദിസ് ഈസ് ഫാൾസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഹസൈൻസ് ബിസിനസ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ? സിമ്പിൾ ആണ്. വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇൻവെന്ററി ഡേയ്സ് പ്ലസ് ട്രേഡ് റിസീവബിൾ ഡേയ്സ് മൈനസ് പേബിൾ ഡേയ്സ്. സോ ഇൻവെന്ററി ഡേയ്സ് എത്രയാണ്? 63 പ്ലസ് റിസീവബിൾ ഡേയ്സ് എത്രയാണ്? 48 മൈനസ് പേബിൾ ഡേയ്സ് എത്രയാണ്? 70. സോ ആൻസർ ചെയ്ത് വരിക 41 days. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി വാട്ട് ഈസ് ദ കറന്റ് റേഷ്യോ this year and what does the movement tell chance? കറന്റ് റേഷ്യോ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? current asset divided by current liability. ഓക്കെ, സോ ഇതിൽ കറന്റ് അസറ്റ് ഇതൊക്കെ വരുന്നത് ഇൻവെന്ററി, ട്രേഡ് റിസീവബിൾസ് 2200 പ്ലസ് 6700. ഇനി ലൈബിലിറ്റീസ് ഏതൊക്കെ വരുന്നത്? 2500, 7100 പ്ലസ് 1400 അല്ലേ? Okay. $9,900 divided by 11,000. ക്ലാരിഫിക്കേഷൻ വരുന്നുണ്ടാവാം. 0.9. ഇതിന്റെ മീനിങ് എന്താ? നമ്മുടെ കയ്യിൽ നമ്മുടെ ഷോർട്ട് ടേം ലൈബിലിറ്റി റീപേ ചെയ്യാനുള്ള ഇനഫ് എമൗണ്ട് ഓഫ് അസറ്റ്സ് ഇല്ല എന്നുള്ളതാണ് അല്ലേ? ഓക്കെ, സോ ഏതായിരിക്കും ആൻസർ വരുന്നത്? 0.9. ചാൾസ് മേ ഹാവ് മോർ ഡിഫിക്കൽട്ടി പേയിങ് ഹിസ് ഡെബ്റ്റ്സ് ആസ് ദേ ഫാൾ ഡ്യൂ. കറന്റ് റേഷ്യോ കുറയാറില്ല. എന്താ? നമ്മുടെ കയ്യിൽ കറന്റ് ലൈബിലിറ്റി റീപേ ചെയ്യാനുള്ള അത്രയും എമൗണ്ട് ഇല്ല, അല്ലെങ്കിൽ കറന്റ് അസറ്റ് ഇല്ല എന്നുള്ളതാണ്. സോ ആൻസർ ചെയ്താൽ വരിക 0.9 എന്ന് കാണിക്കുന്ന ആൻസർ എ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായാലും ആൻസർ ഏതായിരിക്കും വരുന്നത്? എ ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇനി Purple company has a gross profit margin of 25% compared with 35% last year. Question number 9. Last year 25%, sorry, last year 35%, കറണ്ട് ഇയറിൽ 25% ആണ് ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി what plausible reason might management of Apple company give to explain the fall in the gross profit margin? ഈ ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ കുറയാനുള്ള റീസൺ എന്തായിരിക്കും നമുക്ക് പറയാൻ പറ്റും? ഫസ്റ്റ് വൺ, സെയിൽസ് ഹാവ് ഫോളൻ ഫ്രം ദി ലാസ്റ്റ് ഇയർ. സെയിൽസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റ് കുറയോ? സെയിൽസ് കുറയുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് കുറയും? കോസ്റ്റ് ഓഫ് സെയിൽസും കുറയും. സോ ഗ്രോസ് പ്രോഫിറ്റിൽ വലിയ ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഒന്നും ചെയ്യുന്നില്ല. സെയിൽസ് മാത്രം കുറയുകയാണെന്നുണ്ടെങ്കിൽ, സെല്ലിംഗ് പ്രൈസ് മാത്രം കുറയുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഗ്രോസ് പ്രോഫിറ്റിന് കുറക്കും. പക്ഷേ ഓവറോൾ സെയിൽസ് കുറയുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ എന്തും കുറക്കും? കോസ്റ്റ് ഓഫ് സെയിൽസും കുറക്കും. ഓക്കെ, കാരണം എത്ര യൂണിറ്റ്സ് ആണ് നമ്മൾ സെയിൽ ചെയ്തുള്ളത് അത്രയും കോസ്റ്റ് ഓഫ് സെയിൽസ് മാത്രം നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ സെയിൽസ് കുറക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിൽസ് കുറയുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്തും കുറഞ്ഞിട്ടുണ്ടാവും? കോസ്റ്റ് ഓഫ് സെയിൽസും കുറഞ്ഞിട്ടുണ്ടാവും. സോ പെർസെൻറ്റേജിൽ വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. ഓക്കെ, ഗ്രോസ് പ്രോഫിറ്റ് കുറയണമെന്നുണ്ടെങ്കിൽ സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് സെയിൽസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുന്നത്. സോ ഈ ഗ്രോസ് പ്രോഫിറ്റ് കുറയണമെന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് മാത്രം എന്ത് ചെയ്യണം? കുറയണം. അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് മാത്രം എന്താവണം? കൂടണം. ഓക്കെ, സോ ഫസ്റ്റ് കറക്റ്റ് അല്ല. പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഹാവ് ഇൻക്രീസ്ഡ് ബട്ട് ദിസ് ഹാസ് ബീൻ പാസ്ഡ് ഓൺ ടു കസ്റ്റമേഴ്സ്. എന്താ പറയുന്നത്? സെക്കൻഡ് വൺ, കോസ്റ്റ് ഓഫ് സെയിൽസ് ഇൻക്രീസ് ആയിട്ടുണ്ട്, പക്ഷേ ഇത് കാരണം ഓട്ടോമാറ്റിക്കലി എന്തും ഇൻക്രീസ് ആയിട്ടുണ്ട്? സെയിൽസ് ഇൻക്രീസ് ആയിട്ടുണ്ട്. എത്രയാണോ പ്രൊഡക്റ്റിന്റെ പ്രൈസ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ എത്രയാണോ പ്രൊഡക്റ്റിന്റെ പ്രൈസ് കൂടിയിട്ടുള്ളത് ആ സെയിം എമൗണ്ട് കസ്റ്റമേഴ്സിന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു പോയിന്റിൽ ഇപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ള കോസ്റ്റ് ആദ്യം 10 ആണെന്നുണ്ടെങ്കിൽ +1 ഇൻക്രീസ് ആയിട്ടുണ്ട്. ഓക്കെ, ഈ വർഷം ഇൻക്രീസ് എത്ര വന്നിട്ടുണ്ട്? +1 ഇൻക്രീസ് ആയിട്ടുണ്ട്. നമ്മൾ സെയിൽ ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ആദ്യം 12 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ എത്രയാണോ പർച്ചേസ് ചെയ്യുമ്പോൾ ഇൻക്രീസ് വന്നിട്ടുള്ളത് അത് ആർക്കും കൊടുത്തിട്ടുണ്ട്? കസ്റ്റമറിനും കൊടുത്തിട്ടുണ്ട്. സോ ഈ ഡയറക്റ്റ് ഇമ്പാക്ട് എത്രയാണോ കോസ്റ്റിൽ ഇൻക്രീസ് വരുന്നത് ആ ഇൻക്രീസ് ചെയ്യുമ്പോൾ എവിടെയും വരുന്നുണ്ട്? സെയിൽസിനും വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റിൽ എന്ത് വരില്ല? വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇനി സി നോക്കാം. സെല്ലിംഗ് പ്രൈസ് ഹാവ് ബീൻ റെഡ്യൂസ്ഡ് ടു എൻകറേജ് മോർ സെയിൽസ് ടു ബി മെയ്ഡ്. അത് കറക്റ്റ് അല്ലേ? നമ്മൾ സെല്ലിംഗ് പ്രൈസ് കുറച്ചിട്ടുണ്ട്, പക്ഷേ കോസ്റ്റ് ഓഫ് സെയിൽസിൽ ഇതിന്റെ ഇമ്പാക്റ്റ് ഒന്നും വന്നിട്ടില്ല. കോസ്റ്റ് ഓഫ് സെയിൽസ് കുറയുന്നില്ല, സെല്ലിംഗ് പ്രൈസ് മാത്രമാണ് കുറയുന്നത്. ഓക്കെ, സോ സെല്ലിംഗ് പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് സെയിൽസ് അതേപോലെ കൺസിസ്റ്റന്റ് ആണ്, അതിൽ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് കുറയും? ഗ്രോസ് പ്രോഫിറ്റ് കുറയൂലേ? ഓക്കെ, ഇതൊക്കെ എക്സാമ്പിൾസ് വെച്ച് നമ്മൾ ക്ലാസ്സിൽ കുറേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ സി ഇതിന്റെ ആൻസർ ആയിരിക്കും. Competition in the market has fallen due to the failure of rival business. Competition in the market has fallen due to the failure of rival business. നമ്മുടെ കോമ്പറ്റീറ്ററിന്റെ ബിസിനസ് എന്തായിട്ടുണ്ട്? ഫെയിലിയർ ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സെയിൽസ് എന്തായിട്ടുണ്ടാവും? ഇൻക്രീസ് ആയിട്ടുണ്ടാവും. നമ്മുടെ സെയിൽസ് ഇൻക്രീസ് ആവുന്ന ടൈമിൽ നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് എന്താവേണ്ടത്? ഇൻക്രീസ് ആണ് ആവേണ്ടത്. പക്ഷേ ഈ ക്വസ്റ്റിൽ എന്താ പറയുന്നത്? ഗ്രോസ് പ്രോഫിറ്റ് കുറയാണ് ചെയ്തിട്ടുള്ളത്. സോ അങ്ങനെയാണെങ്കിൽ ഡി എന്തല്ല? ആൻസർ അല്ല. ഓക്കെ, സോ സി വിൽ ബി ദ ആൻസർ. Last question. Which two of the following statements concerning the profitability ratios above might be true? So, Sunpreet has compared his business profitability with a similar sized entity in the same type of industry. നമ്മളാരാണ്? Sunpreet ആണ്. നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത് 30% ആണ്. നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ എത്രയാണ്? 20% ആണ്. കോമ്പറ്റീറ്ററിന്റെ ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ എത്രയാണ്? 26% ആണ്. അതേപോലെ കോമ്പറ്റീറ്ററിന്റെ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ എത്രയാണ്? 22% ആണ്. സോ ഗ്രോസ് പ്രോഫിറ്റ് നമ്മളതാണ് കൂടുതൽ, നെറ്റ് പ്രോഫിറ്റ് ആരുടെ കൂടുതൽ? കോമ്പറ്റീറ്ററിന്റെ കൂടുതൽ. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. സൺപ്രീറ്റ്സ് കോമ്പറ്റീറ്റർ സെൽസ് ഈസ് ഗുഡ്സ് ഫോർ ലെസ് ദാൻ സൺപ്രീറ്റ്. അത് കറക്റ്റ് ആണോ? സൺപ്രീറ്റിന്റെ കോമ്പറ്റീറ്റർ ഗുഡ്സ് സെയിൽ ചെയ്യുന്നത് സൺപ്രീത് എത്രക്കാണോ സെയിൽ ചെയ്യുന്നത് അതിനേക്കാളും കുറഞ്ഞ പ്രൈസിലാണ് സെയിൽ ചെയ്യുന്നത്. ഓക്കെ, സോ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സൺപ്രീത്തും ഉണ്ട്, കോമ്പറ്റീറ്ററും ഉണ്ട്. സൺപ്രീത്തിന്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 10 ആണ്. കോമ്പറ്റീറ്ററിന്റെ സെല്ലിംഗ് പ്രൈസ് ഇതിനേക്കാളും കുറവാന്നാണ് പറയുന്നത്, 8 ആണ്. ഓക്കെ, സോ കമ്പാരിറ്റീവ്ലി ആർക്കായിരിക്കും കൂടുതൽ ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ടാവുക? സൺപ്രീതിനല്ലേ. കൂടുതൽ സെല്ലിംഗ് പ്രൈസും കൂടുതൽ സെയിൽസ് വരുന്നത് ആർക്കാണ്? സെല്ലിംഗ് പ്രൈസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് കൂടും? സെയിൽസിന്റെ എമൗണ്ട് കൂടുമല്ലേ? ഓക്കെ, എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ രണ്ടുപേരുടെയും കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, സോ ഇവിടെ എത്രയായിരിക്കും ഗ്രോസ് പ്രോഫിറ്റ് വരിക? 5, 3.
ആർക്കായിരിക്കും ഗ്രോസ് പ്രോഫിറ്റ് കൂടുതൽ വരുന്നുണ്ടാവുക? സൺപ്രീത്തിനല്ലേ, അല്ലേ? 5/10 ചെയ്യുമ്പോൾ 50% ആണ് സൺപ്രീത്തിന് ഗ്രോസ് പ്രോഫിറ്റ് കൂടുന്നത്. ഇവിടെ എന്താ കമ്പാരിറ്റീവ്ലി കുറവാണ്. എന്തുകൊണ്ടാണ് കുറവായിട്ടുള്ളത്? സെല്ലിംഗ് പ്രൈസ് കുറഞ്ഞു പോയി. സോ ആ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ലേ? സൺപ്രീത്തിന്റെ കോമ്പറ്റീറ്റർ സെൽ ചെയ്യുന്ന ഗുഡ്സിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ലെസ് ദാൻ സൺപ്രീറ്റ് ആണ്. സോ അത് കറക്റ്റ്. അതുകൊണ്ടാണ് കോമ്പറ്റീറ്ററിന്റെ ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ എന്തായിട്ടുണ്ട്? കുറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഈ കറക്റ്റ് ആണ്. ബി നോക്കാം. സൺപ്രീറ്റ്സ് ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഹയർ ദാൻ ഹിസ് കോമ്പറ്റീറ്റേഴ്സ് ഗ്രോസ് പ്രോഫിറ്റ്. സൺപ്രീത്തിന്റെ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് കോമ്പറ്റീറ്ററിന്റെ ഗ്രോസ് പ്രോഫിറ്റിനേക്കാളും കൂടുതലാണെന്നുള്ളതാണ് പറയുന്നത്. കറക്റ്റ് ആവോ? ഓക്കെ, സൺപ്രീത് 1000 രൂപക്ക് സെയിൽസ് നടത്തിയിട്ടുണ്ട്. ഓക്കെ, കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് പറയുന്നത് 700 ആണ്. സോ ഗ്രോസ് പ്രോഫിറ്റ് എത്ര ആയിരിക്കും വരുന്നത്? സൺപ്രീത് സെയിൽസ് നടത്തിയിട്ടുള്ളത് 1000 രൂപക്കാണ്. കോസ്റ്റ് ഓഫ് സെയിൽസ് 700 ആണ്. ഗ്രോസ് പ്രോഫിറ്റ് എത്ര വരിക? 300 ആയിരിക്കും വരുന്നത്, വിച്ച് ഈസ് 30%. അതേപോലെ കോമ്പറ്റീറ്റർ ഒരു 10000 രൂപക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? സെയിൽസ് നടത്തിയിട്ടുണ്ട്. കോമ്പറ്റീറ്ററിന്റെ കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് പറയുന്നത് 7400 ആണ്. ഓക്കെ, കോമ്പറ്റീറ്ററിന്റെ കോസ്റ്റ് ഓഫ് സെയിൽസ് എത്രയാണ്? 7400 ആണ്. അപ്പൊ എത്ര ആയിരിക്കും ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുന്നത്? 2600 ആയിരിക്കും ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുന്നത്. ഓക്കെ, സോ ഇവിടെ ആരുടെ പ്രോഫിറ്റ് ആണ് കൂടുതൽ? ആരുടെ പ്രോഫിറ്റ് കൂടുതൽ? കോമ്പറ്റീറ്ററിന്റെ ഗ്രോസ് പ്രോഫിറ്റ് ആണ് കൂടുതൽ. ഓക്കെ, കോമ്പറ്റീറ്ററിന്റെ ഗ്രോസ് പ്രോഫിറ്റ് ആണ് കൂടുതൽ. പക്ഷെ പ്രോഫിറ്റ് പേഴ്സൻറ്റേജ് ആരുടെ കൂടുതൽ? സൺപ്രീത്തിന്റെ ഗ്രോസ് പ്രോഫിറ്റ് പേഴ്സൻറ്റേജ് ആണ് കൂടുതൽ. അതിന്റെ അർത്ഥം ഗ്രോസ് പ്രോഫിറ്റ് പേഴ്സൻറ്റേജ് കൂടുതലാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഗ്രോസ് പ്രോഫിറ്റ് എമൗണ്ട് വരണമെന്നില്ല. ഓക്കെ, എമൗണ്ട് കുറവാണെന്നുണ്ടെങ്കിൽ പേഴ്സൻറ്റേജ് എന്താവാം? ഇൻക്രീസ് ആവാം. സോ ഈ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഹയർ എമൗണ്ട് ആർക്കാണ്? കോമ്പറ്റീറ്ററിനാണ്. പക്ഷെ കൂടുതൽ പേഴ്സൻറ്റേജ് ആർക്കാണ് പോകുന്നത്? സൺപ്രീത്തിനാണ്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഫാൾസ് ആണ്. ഓക്കെ, സൺപ്രീറ്റ്സ് ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഹയർ ദാൻ ഹിസ് കോമ്പറ്റീറ്റേഴ്സ് ഗ്രോസ് പ്രോഫിറ്റ്. അത് ഇൻകറക്റ്റ് ആണ്. ഓക്കെ, ഇനി സി നോക്കാം. സൺപ്രീറ്റ്സ് കോമ്പറ്റീറ്റർ മാനേജസ് ഹിസ് എക്സ്പെൻസ് ബെറ്റർ ദാൻ സൺപ്രീത്ത്. സൺപ്രീത്തിന്റെ കോമ്പറ്റീറ്റർ എക്സ്പെൻസ് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യാന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി കൂടുതൽ പ്രോഫിറ്റ് പേഴ്സൻറ്റേജ് ആർക്കാരും കിട്ടുന്നുണ്ടാവുക? സി, സൺപ്രീതും ഉണ്ട്, കോമ്പറ്റീറ്ററും ഉണ്ട്. ഇയാള് എക്സ്പെൻസ് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ എക്സ്പെൻസ് മാനേജ് ചെയ്യുന്നില്ല. എക്സ്പെൻസ് ഇങ്ങനെ കൂടി കൂടി വരാൻ. അപ്പൊ കമ്പാരിറ്റീവ്ലി ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് പേഴ്സൻറ്റേജ് കിട്ടുന്നത് ആർക്കായിരിക്കണം? കോമ്പറ്റീറ്ററിനല്ലേ. കാരണം അയാളല്ലേ എക്സ്പെൻസ് പ്രോപ്പർ ആയിട്ട് കൺട്രോൾ ചെയ്യുന്നത്. എക്സ്പെൻസ് കുറക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആരാണ്? കോമ്പറ്റീറ്റർ ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നെറ്റ് പ്രോഫിറ്റ് പേഴ്സൻറ്റേജ് കമ്പാരിറ്റീവ്ലി ആർക്കായിരിക്കും കൂടുതൽ വരേണ്ടത്? സൺപ്രീത്തിനാണോ അതോ കോമ്പറ്റീറ്ററിനാണോ? ആരാണോ എക്സ്പെൻസ് പ്രോപ്പർ ആയിട്ട് കൺട്രോൾ ചെയ്യുന്നത് അയാൾക്കായിരിക്കും നെറ്റ് പ്രോഫിറ്റ് പേഴ്സൻറ്റേജ് എന്ത് ചെയ്യേണ്ടത്? കൂടുതൽ വരേണ്ടത്. സോ നമുക്ക് നോക്കാം. നെറ്റ് പ്രോഫിറ്റ് പേഴ്സൻറ്റേജ് ആർക്കാണ് കൂടുതൽ? കോമ്പറ്റീറ്ററിനല്ലേ. കോമ്പറ്റീറ്ററിന് എത്ര ഉണ്ട്? 22% ഉണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? കോമ്പറ്റീറ്റർ എക്സ്പെൻസ് അടിപൊളിയായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്. സോ എക്സ്പെൻസ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് കൂടിയിട്ടുണ്ടാവും? പ്രോഫിറ്റ് കൂടിയിട്ടുണ്ടാവും. ആ പ്രോഫിറ്റ് കൂടിയത് കാരണം എന്ത് കിട്ടിയിട്ടുണ്ടാവുക? ഹയർ ഗ്രോസ് പ്രോഫിറ്റ് നെറ്റ് പ്രോഫിറ്റ് പേഴ്സൻറ്റേജ് കിട്ടിയിട്ടുണ്ടാവുക. സോ സി കറക്റ്റ് ആണ്. ഓക്കെ, സോ എ ആൻഡ് സി വിൽ ബി ദ കറക്റ്റ് ആൻസർ. ഓക്കെ, സോ ഈ ചാപ്റ്ററിലും 10 ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു 3 ദിവസത്തെ മാരത്തോൺ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ട്രിപ്ലൈൻ്റെ ഓക്കെ ഈ ഇപ്പം ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്ത ആ ഒരു നോട്ട്സ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്കിൽ എന്തുണ്ടാവും? കമൻറ്റ് സെക്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് നിങ്ങൾ ഫോം ഫില്ല് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നോട്ട്സ് കിട്ടും. ഓക്കെ, സോ താങ്ക് യു. അങ്ങനെ നമ്മൾ മാരത്തോൺ ഇവിടെ കംപ്ലീറ്റ് ആവാണ്. ഓക്കെ, സോ താങ്ക് യു.